വരുവിന്നൊന്നായി ദൈവജനമേ. ദൈവത്തിനായി ബലിയാകാൻ വരുവിന്നൊന്നായി ദൈവജനമേ. സ്നേഹപിതാവാം ദൈവത്തിനായി ബലിയാകാൻ വരുവിന്നൊന്നായി ദൈവജനമേ. ബലിപീഠേ കർത്താവിൻ കബറിടെ അനുരഞ്ജിതരായി ബലിയാകാൻ കടങ്ങൾ തൻ പൊറുതിക്കും പാപത്തിൻ മുക്തിക്കും അനുതാപമോടൊന്നായി അണയാ. ഈ തിരുയാഗമേ ഈ തിരുയാഗവേദിയൊരുക്കാൻ വരുവിന്നൊന്നായി ദൈവജനമേ. ഈ ബലിവേദിയിൽ ബലിയേകാൻ വരുവിന്നൊന്നായി ദൈവജനമേ. തമ്പുരാന്റെ സന്നിധിയിൽ നമ്മുടെ നിയോഗങ്ങളെ സമർപ്പിക്കാം. ഏറ്റവും സ്നേഹത്തോടുകൂടെ ബലിയിൽ നമുക്ക് പങ്കുചേരാം. കുറച്ച് ദിവസങ്ങൾക്ക് ശേഷമാണ് 20 പേർക്കെങ്കിലും ദേവാലയത്തിൽ പ്രവേശിക്കുവാനായിട്ട് അനുവാദം കിട്ടുക. ദൈവത്തിൻ്റെ സന്നിധിയിൽ ഈ ദേവാലയത്തിൽ പ്രവേശിക്കുവാനും അവിടുത്തോടൊപ്പം അവിടുത്തെ സ്നേഹത്തിൻ്റെ ബലിയിൽ പങ്കുചേരുവാനും നമുക്ക് സാധിക്കുന്നതിനോർത്ത് ദൈവത്തിന് നന്ദി പറയാം. ഇന്നേ ദിവസം നമ്മുടെ ഇടവകയിലെ ജന്മദിനം ആഘോഷിക്കുന്നവർ ആൽവിൻ കോപ്പറമ്പിൽ, ആൻസി കാഞ്ഞിരത്തിങ്കൽ, ജോൺ വെളിക്കുന്നേൽ, ശൈല വച്ചപ്പറമ്പിൽ എന്നിവരാണ് തമ്പുരാന്റെ സന്നിധിയിൽ സ്നേഹത്തോടുകൂടെ നമ്മുടെ പ്രാർത്ഥനാ നിയമങ്ങളോടൊപ്പം ഇവരുടെ ജീവിതങ്ങളെയും സമർപ്പിച്ച് നമുക്ക് പങ്കുചേരാം. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. പെസഹ തിരുനാളിൽ കർത്താവരുളിയ കൽപ്പന പോ തിരുനാമത്തിൽ ചേർന്നിടാം ഒരുമയോടി ബലി അർപ്പിക്കാം. അത്യുന്നതമാ സ്വർലോകത്തിൽ സർവേശ്വരോ സ്തുതിഗീതം.
സർവേശനു സ്തുതിഗീതം. ഭൂമിയിലെങ്ങും മർത്യനു ശാന്തി പ്രത്യാശയുമെന്നേക്കും. അത്യുന്നതമാ സ്വർലോകത്തിൽ സർവേശനു സ്തുതിഗീതം. ഭൂമിയിലെങ്ങും മർത്യനു ശാന്തി പ്രത്യാശയുമെന്നേക്കും. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, ദുഷ്ടാരൂപിയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ മഹത്വത്താൽ സ്വർഗവും ഭൂമിയും നിറഞ്ഞിരിക്കുന്നു. മാലാഖമാരും മനുഷ്യരും അങ്ങ് പരിശുദ്ധൻ 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 എന്ന് ഘോഷിക്കുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, സകല മനുഷ്യരെയും പ്രകാശിപ്പിക്കുന്ന സത്യവെളിച്ചമായി അങ്ങയുടെ പ്രിയപുത്രനെ ലോകത്തിലേക്ക് അയച്ചതിന് ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു. ഞങ്ങളുടെ രക്ഷകനും നാഥനുമായി ഈശോമിശിഹാപരമേൽപ്പിച്ച ഈ ദിവരഹസ്യങ്ങൾ യഥായോഗ്യം പരികർമ്മം ചെയ്യാൻ ബലഹീനരായി ഞങ്ങളെ ശക്തരാക്കണമേ. സകലത്തിൻ്റെയും നാഥ എന്നേക്കും. ആമേൻ. ദൈവമെന്റെ രക്ഷകൻ, ദൈവമെന്റെ നായകൻ, ദൈവമെന്റെ ആശ്രയം, ദൈവമെന്റെ സർവ്വം. സൈന്യമെന്നെ വളഞ്ഞാലും വൈരികൾ പിന്തുടർന്നാലും ഭീതിയില്ലേനിക്കുതെല്ലും ദൈവമാണൻ പാലകൻ. നിയതമങ്ങേ വസതിയിൽ കഴിയുവാനിൻ മോഹം, മധുരമങ്ങേ മഹിമയിൽ മറയുവാനിൻ ദാഹം. കണ്ണിനങ്ങേ കതിരുകൾ കണ്ടു കണ്ടു മയങ്ങണം. കാതിനങ്ങേ കനിവെഴും കഥകൾ കേട്ടുലയിക്കണം. ദൈവമെന്റെ രക്ഷകൻ, ദൈവമെന്റെ നായകൻ, ദൈവമെന്റെ ആശ്രയം, ദൈവമെന്റെ സർവ്വവും. സമാധാനം നമ്മോടുകൂടെ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങയുടെ സ്നേഹത്തിന്റെ പരിമളം ഞങ്ങൾ വീശുകയും അങ്ങയുടെ സത്യത്തിന്റെ ജ്ഞാനം ഞങ്ങളുടെ ആത്മാക്കളെ പ്രകാശിപ്പിക്കുകയും ചെയ്യുമ്പോൾ സ്വർഗത്തിന്റെ പ്രത്യക്ഷനാകുന്ന അങ്ങയുടെ തിരുക്കുമാരനെ സ്വീകരിക്കാൻ ഞങ്ങൾക്കിടയാകട്ടെ. സകല സൗഭാഗ്യങ്ങളും നന്മകളും നിറഞ്ഞ് മുടിച്ചൂടി നിൽക്കുന്ന സഭയിൽ നിരന്തരം അങ്ങേ സ്തുതിക്കാനും മഹത്വപ്പെടുത്തുവാനും ഞങ്ങൾ യോഗ്യരാകട്ടെ. എന്തുകൊണ്ടെന്നാൽ അങ്ങ് എല്ലാറ്റിൻ്റെയും സൃഷ്ടാവാകുന്നു, സകലത്തിൻ്റെയും നാഥ എന്നേക്കും. ആമേൻ. സർവാധിപനാം കർത്താവേ, നിന്നെ വണങ്ങി നമിക്കുന്നു. ഈശോനാഥാ
മഹോന്നതമാ ഉത്ഥാനം നീ അരുളുന്നു. അക്ഷയമവനുടെ ആത്മാവിൻ ഉത്തമരക്ഷയുമേകുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. എന്റെ കർത്താവേ, നീ സത്യമായും ഞങ്ങളുടെ ശരീരങ്ങളെ ഉയർപ്പിക്കുന്നവനും ആത്മാക്കളെ രക്ഷിക്കുന്നവനും ജീവനെ നിത്യം പരിപാലിക്കുന്നവനുമാകുന്നു. ഞങ്ങളെപ്പോഴും നിനക്ക് സ്തുതിയും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുവാൻ കടപ്പെട്ടവരാകുന്നു. സകലത്തിൻ്റെയും നാഥ എന്നേക്കും ആമേൻ. ശബ്ദമുയർത്തി പാടിടുവിൻ, സർവരുമൊന്നായി പാടിടുവിൻ. എന്നെന്നും ജീവിക്കും സർവേശ്വരനെ വാഴ്ത്തിടുവിൻ, വാഴ്ത്തിടുവിൻ. പരിപാവനനാം സർവേശ, പരിപാവനനാം ബലവാനേ, പരിപാവനനാം അമർത്യനേ, നിൻ കൃപ ഞങ്ങൾ കേൾക്കണമേ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. വിശുദ്ധരിൽ സംപ്രീതനായി വസിക്കുന്ന പരിശുദ്ധനും സുദ്രഹനും ബലവാനും അമർത്തിനുമായ കർത്താവേ, അങ്ങയുടെ സ്വഭാവത്തിനൊത്ത വിധം എപ്പോഴും ഞങ്ങളെ കടാക്ഷിക്കുകയും അനുഗ്രഹിക്കുകയും ഞങ്ങളോട് കരുണ കാണിക്കുകയും ചെയ്യണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും ആമേൻ. എൻ്റെ സഹോദരരെ, നിങ്ങളിരുന്ന് ശ്രദ്ധയോടെ ദൈവവചനം ശ്രവിക്കുവിൻ. ലേവ്യരുടെ പുസ്തകത്തിൽ നിന്നുള്ള വായന 4-ാം അധ്യായം 13 മുതൽ 21 വരെയുള്ള വാക്യങ്ങൾ. ദൈവം അനുഗ്രഹിക്കട്ടെ. ഇസ്രായേൽ സമൂഹം മുഴുവൻ അറിവില്ലായ്മ മൂലം പാപം ചെയ്യുകയും കർത്താവ് വിലക്കിയിരിക്കുന്നതിൽ ഏതെങ്കിലും ഒന്ന് ചെയ്ത് കുറ്റക്കാരാവുകയും അക്കാര്യം അവരുടെ ശ്രദ്ധയിൽ പെടാതിരിക്കുകയും ചെയ്യുന്നുവെന്നിരിക്കട്ടെ. എന്നാൽ തങ്ങളുടെ പാപത്തെക്കുറിച്ചറിയുമ്പോൾ പാപപരിഹാര ബലിക്കായി സമൂഹം മുഴുവൻ ഒരു കാളക്കുട്ടിയെ കാഴ്ചവെക്കുകയും അതിനെ സമാഗമ കൂടാരത്തിൻ്റെ വാതിൽക്കൽ കൊണ്ടുവരികയും വേണം. സമൂഹത്തിലെ ശ്രേഷ്ഠന്മാർ കർത്താവിൻ്റെ സന്നിധിയിൽ വെച്ച് കാളക്കുട്ടിയുടെ തലയിൽ കൈകൾ വയ്ക്കണം. അതിനെ അവിടുത്തെ മുൻപിൽ വെച്ച് കൊല്ലണം. അഭിഷിക്തനായ പുരോഹിതൻ കാളക്കുട്ടിയുടെ കുറെ രക്തം സമാഗമ കൂടാരത്തിലേക്ക് കൊണ്ടുവരണം. അവൻ രക്തത്തിൽ വിരൽ മുക്കി കർത്താവിൻ്റെ സന്നിധിയിൽ തിരശ്ശീലയ്ക്ക് മുൻപിൽ 7 പ്രാവശ്യം തളിക്കണം. കുറെ രക്തമെടുത്ത് സമാഗമ കൂടാരത്തിൽ കർത്താവിൻ്റെ സന്നിധിയിലുള്ള ബലിപീഠത്തിൻ്റെ കൊമ്പുകളിൽ പുരട്ടണം. ബാക്കി രക്തം സമാഗമ കൂടാരത്തിൻ്റെ വാതിൽക്കലുള്ള ദഹന ബലിപീഠത്തിൻ്റെ ചുവട്ടിലൊഴിക്കണം. അതിൻ്റെ മേധസ് മുഴുവനും എടുത്ത് ബലിപീഠത്തിൽ വെച്ച് ദഹിപ്പിക്കണം. പാപപരിഹാര ബലിക്കുള്ള കാളക്കുട്ടിയെ എന്ന പോലെ ഈ കാളക്കുട്ടിയെയും ദഹിപ്പിക്കണം. അങ്ങനെ അവർക്ക് വേണ്ടി പുരോഹിതൻ പാപപരിഹാരം ചെയ്യണം. അപ്പോൾ അവരുടെ കുറ്റം ക്ഷമിക്കപ്പെടും. അനന്തരം കാളയെ കൂടാരത്തിന് വെളിയിൽ കൊണ്ടുപോയി ആദ്യത്തെ കാളയെ ദഹിപ്പിച്ചതുപോലെ ദഹിപ്പിക്കണം. ഇത് സമൂഹത്തിന് വേണ്ടിയുള്ള പാപപരിഹാര ബലിയാണ്. ദൈവമായ കർത്താവിന് സ്തുതി. എൻ്റെ സഹോദരി വിശുദ്ധ പൗലോസ്ലിയ കൊളോസ്സുകാർക്ക് എഴുതിയ ലേഖനം അധ്യായം 1 വാക്യങ്ങൾ 12 മുതൽ 19 വരെ. ഗുരുവാശ്രീ മിശിഹ അനുഗ്രഹിക്കട്ടെ. പ്രകാശത്തിൻ്റെ വിശുദ്ധരോടൊപ്പം പങ്കുചേരാനുള്ള അവകാശത്തിന് നമ്മെ യോഗ്യരാക്കിയ പിതാവിനെ കൃതജ്ഞയർപ്പിക്കുവിൻ. അന്ധകാരത്തിൻ്റെ ആധിപത്യത്തിൽ നിന്ന് അവിടുന്ന് നമ്മെ വിമോചിപ്പിച്ചു. അവിടുന്ന് പ്രിയപുത്രൻ്റെ രാജ്യത്തിലേക്ക് നമ്മെ ആനയിക്കുകയും ചെയ്തു. അവനിലാണല്ലോ നമുക്ക് രക്ഷയും പാപമോചനവും ലഭിച്ചിരിക്കുന്നത്. അവൻ അദൃശ്യനായ ദൈവത്തിൻ്റെ പ്രതിരൂപവും എല്ലാ സൃഷ്ടികൾക്കും മുമ്പ് ഉള്ള ആദ്യജാതനുമാണ്. കാരണം അവനിൽ സ്വർഗത്തിലും ഭൂമിയിലുമുള്ള ദൃശ്യവും അദൃശ്യവുമായ എല്ലാ വസ്തുക്കളും സൃഷ്ടിക്കപ്പെട്ടു. സിംഹാസനങ്ങളോ ആധിപത്യങ്ങളോ ശക്തികളോ അധികാരങ്ങളോ എന്തുമാകട്ടെ, എല്ലാം അവനിലൂടെയും അവനു വേണ്ടിയുമാണ് സൃഷ്ടിക്കപ്പെട്ടത്. അവനാണ് എല്ലാറ്റിനും മുമ്പുള്ളവൻ. അവനിൽ സമസ്തവും
സ്ഥിതി ചെയ്യുന്നു. അവൻ സഭയാവുന്ന ശരീരത്തിൻ്റെ ശിരസ്സാണ്. അവൻ എല്ലാറ്റിനും ആരംഭവും മരിച്ചവരിൽ നിന്ന് ആദ്യജാതനുമാണ്. ഇങ്ങനെ എല്ലാ കാര്യത്തിലും അവൻ പ്രഥമസ്ഥാനീയനായി. എന്തെന്നാൽ അവനിൽ സർവസമ്പൂർണതയും നിവസിക്കുന്നുവെന്ന് ദൈവം തിരുമനസ്സായി. നമ്മുടെ കർത്താവായ മിശിഹായ്ക്കും സ്തുതി. ശാന്തിയേകും നൽ തിരുവചനമിതാ കേൾക്കാം, നമുക്കിന്നു കാതോർത്തിടാം. സ്വർഗീയ പാതയിൽ നീങ്ങിടാനെന്നും യേശുവിൻ വചനങ്ങൾ സ്വീകരിക്കാം. സ്വർഗീയ പാതയിൽ നീങ്ങിടാനെന്നും യേശുവിൻ വചനങ്ങൾ സ്വീകരിക്കാം. വഴിയാകും വചനം, കൃപ ചൊരിയും വചനം, ശക്തിയേകും വചനം, ഇത് യേശുവിൻ വചനം. വഴിയാകും വചനം, കൃപ ചൊരിയും വചനം, ശക്തിയേകും വചനം, ഇത് യേശുവിൻ വചനം. നമുക്ക് ശ്രദ്ധാപൂർവം നിന്ന് പരിശുദ്ധ സുവിശേഷം ശ്രവിക്കാം. സമാധാനം നിങ്ങളോടുകൂടെ. അങ്ങയോടും അങ്ങയുടെ ആത്മാവോടും കൂടെ. വിശുദ്ധ മർക്കോസ് അറിയിച്ച് നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ പരിശുദ്ധ സുവിശേഷം. നമ്മുടെ കർത്താവായ മിശിഹായ്ക്കും സ്തുതി. അധ്യായം 2, 1 മുതൽ 12 വരെയുള്ള തിരുവചനങ്ങൾ. കുറേ ദിവസങ്ങൾ കഴിഞ്ഞ് യേശു കഫർനാമിൽ തിരിച്ചെത്തിയപ്പോൾ അവൻ വീട്ടിലുണ്ട് എന്ന വാർത്ത പ്രചരിച്ചു. വാതിൽക്ക് പോലും നിൽക്കാൻ സ്ഥലം തികയാത്ത വിധം നിരവധി ആളുകൾ അവിടെ കൂടി. അവൻ അവരോട് വചനം പ്രസംഗിച്ചു കൊണ്ടിരുന്നു. അപ്പോൾ 4 പേർ ഒരു തളർവാദ രോഗി എടുത്തുകൊണ്ടുവന്നു. ജനക്കൂട്ട നിമിത്തം അവൻ്റെ അടുത്തെത്താൻ അവർക്ക് കഴിഞ്ഞില്ല. അതിനാൽ അവൻ ഇരുന്ന സ്ഥലത്തിൻ്റെ മേൽക്കൂര പൊളിച്ച് തളർവാദ രോഗിയെ അവൻ കിടക്കയോടെ താഴോട്ടിറക്കി. അവരുടെ വിശ്വാസം കൊണ്ട് യേശു തളർവാദ രോഗിയോട് പറഞ്ഞു, മകനെ, നിന്റെ പാപങ്ങൾ ക്ഷമിക്കപ്പെട്ടിരിക്കുന്നു. നിയമജ്ഞരിൽ ചിലർ അവിടെ ഇരിപ്പുണ്ടായിരുന്നു. അവർ ചിന്തിച്ചു, എന്തുകൊണ്ടാണ് ഇവൻ ഇപ്രകാരം സംസാരിക്കുന്നത്? ഇവൻ ദൈവദൂഷണം പറയുന്നു. ദൈവത്തിനല്ലാതെ മറ്റാർക്കാണ് പാപം ക്ഷമിക്കുവാൻ സാധിക്കുക? അവർ ഇപ്രകാരം വിചാരിക്കുന്നുവെന്ന് മനസ്സിലാക്കി യേശു അവരോട് പറഞ്ഞു, എന്തുകൊണ്ടാണ് നിങ്ങൾ ഇങ്ങനെ ചിന്തിക്കുന്നത്? ഏതാണ് എളുപ്പം, തളർവാദ രോഗിയോട് നിന്റെ പാപങ്ങൾ ക്ഷമിക്കപ്പെട്ടിരിക്കുന്നു എന്ന് പറയുന്നതോ, എഴുന്നേറ്റ് നിന്റെ കിടക്കയും എടുത്ത് നടക്കുക എന്ന് പറയുന്നതോ? എന്നാൽ ഭൂമിയിൽ പാപങ്ങൾ ക്ഷമിക്കാൻ മനുഷ്യപുത്രന് അധികാരമുണ്ടെന്ന് നിങ്ങൾ അറിയേണ്ടതിന് അവൻ തളർവാദ രോഗിയോട് പറഞ്ഞു, ഞാൻ നിന്നോട് പറയുന്നു, എഴുന്നേറ്റ് നിന്റെ കിടക്കയും എടുത്ത് വീട്ടിലേക്ക് പോവുക. തൽക്ഷണം അവൻ എഴുന്നേറ്റ് കിടക്കയും എടുത്ത് എല്ലാവരും കാണുകെ പുറത്തേക്ക് പോയി. എല്ലാവരും വിസ്മയിച്ചു. ഇതുപോലെയൊന്ന് ഞങ്ങൾ ഒരിക്കലും കണ്ടിട്ടില്ല എന്ന് പറഞ്ഞ് അവർ ദൈവത്തെ മഹത്വപ്പെടുത്തി. നമ്മുടെ കർത്താവായ മിശിഹായ്ക്കും സ്തുതി. നമുക്ക് ശാന്തമായിരിക്കാം. മിശിഹായിലെ സ്നേഹം നിറഞ്ഞ വികാരിച്ച സ്നേഹമുള്ള സിസ്റ്റേഴ്സ്, സ്നേഹമുള്ള മാതാപിതാക്കളെ, സഹോദരങ്ങളെ, തളർവാദ രോഗിയോട് യേശു പറയുന്ന വാക്കുകളാണ് നമ്മുടെ ജീവിതത്തിൽ ഇന്നേ ദിവസം എളിയ ചിന്തയായിട്ട് ദൈവം നമുക്ക് തരിക. യേശുനാഥൻ നിന്റെ പാപങ്ങൾ ക്ഷമിക്കപ്പെട്ടിരിക്കുന്നു അവനോട് പറയുന്നു. തുടർന്ന് അവിടെ ചോദ്യോത്തരങ്ങൾ യേശുവിൻ്റെ മുൻപിലേക്ക് വരികയാണ്. ദൈവത്തിനല്ലാതെ മറ്റാർക്കാണ് പാപങ്ങൾ ക്ഷമിക്കുവാനായിട്ട് സാധിക്കുക? യേശു തളർവാദ രോഗിയോട് നിന്റെ പാപങ്ങൾ ക്ഷമിക്കപ്പെട്ടിരിക്കുന്നു എന്ന് പറയുന്നതോ,
എഴുന്നേറ്റ് നിന്റെ കിടക്കയെടുത്ത് നടക്കുക എന്ന് പറയുന്നതോ ഏതാണ് എളുപ്പമെന്നാണ് മറുപടിയായിട്ട് ഫരിസേയരോടെല്ലാം ചോദിക്കുക. ഈ ഒരു ചിന്തയിൽ നിന്നുകൊണ്ട് നമ്മുടെ ഇന്നത്തെ വചന വിചിന്തനം നമുക്ക് പൂർത്തിയാക്കാം. പലപ്പോഴും നമ്മൾ ഒരു കാര്യം ശ്രദ്ധിച്ചാൽ നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. പല കാര്യങ്ങളും മനോഹരമായിട്ട് ആരംഭിക്കും. ഏറ്റവും മനോഹരമായിട്ട് ആർഭാടമായിട്ട് പല കാര്യങ്ങളും ആരംഭിക്കുന്നവരാണ് മനുഷ്യർ. അതിനു വേണ്ടിയിട്ട് ആവുന്നത്ര കാര്യങ്ങളെല്ലാം സാധിക്കുന്നത്ര സമയവും പൈസയും എല്ലാം മനുഷ്യൻ ചെലവാക്കും. പക്ഷേ നന്മയ്ക്ക് വേണ്ടി ആരംഭിക്കുന്ന പല കാര്യങ്ങളും സാവകാശം മനുഷ്യൻ്റെ വഴിയിലിത്തിരി പ്രശസ്തിയും കുറച്ചുകൂടി പണമെല്ലാം വന്നു കഴിഞ്ഞിടിയുമ്പോൾ വഴിമാറി സ്വന്തം സ്വാർത്ഥതയിലേക്കെല്ലാം പോകുന്നത് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. ലോകത്തിൽ ഒത്തിരിയേറെ അത്തരത്തിലുള്ള സംഘടനകളെല്ലാം ഉണ്ടായിട്ടുണ്ട്. പലതും അഴിമതിയിലേക്കെല്ലാം പോകുന്നത് നമ്മൾ കണ്ടിട്ടുമുണ്ട്. ഇന്നത്തെ വചനഭാഗത്ത് യേശുവിനെ കണ്ട് അവൻ അവിടെ വീട്ടിലുണ്ട് എന്ന് തിരിച്ചറിയുന്ന മനുഷ്യർ അവൻ്റെ വീടിൻ്റെ മുൻപിൽ തിങ്ങിക്കൂടുകയാണ്. ഒരു മനുഷ്യനും നിൽക്കുവാനിടമില്ലാത്ത രീതിയിൽ ജനങ്ങൾ അവൻ്റെ അരികിലേക്ക് ഓടി വരികയാണ്. അവനൊന്ന് കൈനീട്ടി പ്രാർത്ഥിച്ചാൽ മതി, അവരെല്ലാം സുഖപ്പെടും. അതാണ് അവരുടെ വിശ്വാസം. യേശു തൻ്റെ ജീവിതത്തിൽ താൻ വന്ന വഴിയിൽ തന്നെ ഏൽപ്പിച്ച ഉത്തരവാദിത്വം അവിടെ മറക്കുന്നില്ല. അവൻ ഭൂമിയിലേക്ക് വന്നത് രോഗം സൗഖ്യപ്പെടുത്താനല്ല. യേശു പറയുന്നുണ്ട്, ആരോഗ്യമുള്ളവർക്കല്ല രോഗികൾക്കാണ് ഇതിനെ കൊണ്ട് ആവശ്യം. അതിലുമുപരിയായിട്ട് യേശു കൃത്യമായിട്ട് അതിനെ സൂചിപ്പിക്കുക, സ്വർഗത്തിൽ നിന്ന് തൻ്റെ പിതാവിൻ്റെ കരങ്ങളിൽ നിന്ന് കുതറിയോടുന്ന ദൈവമക്കളെ പാപത്തിൽ നിന്ന് മോചിപ്പിച്ച് നന്മയിലേക്ക് വീണ്ടും കൊണ്ടുവരിക. അതുകൊണ്ടാണ് ഇപ്രകാരം നമ്മോട് പറഞ്ഞു വയ്ക്കുക, പാപത്തെ വെറുത്ത് ഉപേക്ഷിച്ച് പാപിയെ സ്നേഹിക്കുവാനായിട്ട് പഠിപ്പിക്കുന്നവനാണ് നല്ല തമ്പുരാനെന്ന്. ഇന്ന് തളർവാദ രോഗിയെ കൊണ്ടുവന്ന് അവൻ്റെ മുൻപിൽ വയ്ക്കുമ്പോഴും യേശുവിനെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അവൻ്റെ പാപങ്ങൾ ക്ഷമിക്കുക എന്നുള്ളതാണ്. താൻ വന്നിരിക്കുന്ന തൻ്റെ ജീവിതത്തിൻ്റെ ഉത്തരവാദിത്വം അല്ലെങ്കിൽ കാര്യസ്ഥം, ലക്ഷ്യം അതും മറക്കാതെയാണ് യേശു അവന് എന്ത് നൽകുക? സൗഖ്യം നൽകുക. ഈ ഒരു വഴിയിലേക്കാണ് ഓരോ ക്രിസ്ത്യാനിയും ക്ഷണിക്കപ്പെടുക. പക്ഷെ നമ്മിൽ എന്തൊക്കെയോ ചെറിയ വ്യത്യാസങ്ങൾ ഉണ്ടാവുകയാണ്. നമ്മളും ഓടിക്കൂടുന്നത് രോഗങ്ങൾക്കും രോഗസൗഖ്യങ്ങൾക്കും പല രീതിയിലുള്ള ആഗ്രഹ സാധ്യങ്ങൾക്കെല്ലാം വേണ്ടിയാണ് മനുഷ്യൻ എന്ന നിലയിൽ. ഞാൻ കുറച്ച് ദിവസങ്ങൾക്ക് മുൻപ് സുനിൽ പി ഇളയിടം എന്ന് പറയുന്ന വ്യക്തി ജീൻവാൽജിൻ എന്ന് പറയുന്ന കഥ ഇങ്ങനെ പറയുന്നത് കേൾക്കുവാനായിട്ട് സാധിച്ചു. കഥ ഇപ്രകാരമാണ്, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന കഥയാണ്. ബിഷപ്പ് ഹൗസിൽ നിന്ന് മോഷ്ടിച്ച വെള്ളിയും സ്വർണവുമായിട്ടുള്ള വസ്തുക്കളുമായിട്ട് ജീൻവാൽജിൻ അവിടുന്ന് കടന്നു കളയുകയാണ്. എന്നാൽ പോലീസുകാർ അവനെ പിടിച്ചു തിരിച്ച് ബിഷപ്പിൻ്റെ അടുത്ത് കൊണ്ടുവന്ന് നിർത്തിയതിന് ശേഷം ജീൻവാൽജിനോട് ബിഷപ്പിനോട് പോലീസുകാർ ചോദിക്കുകയാണ്, ഇതെല്ലാം ഇവിടുന്ന് മോഷ്ടിച്ചു കൊണ്ടുപോയതല്ലേ എന്ന് ചോദിക്കുകയാണ്. ജീൻവാൽജിനോട് സ്നേഹത്തോടെ നോക്കിയിട്ട് ബിഷപ്പ് വളരെ ശാന്തമായിട്ട് പറയുകയാണ്, ഇതൊന്നും അവരുടെ അടുത്ത് മോഷ്ടിച്ചു കൊണ്ടുപോയതല്ല, ഞാൻ അവന് കൊടുത്തതാണ്. അപ്പോൾ പോലീസുകാർ വളരെ കൗതുകത്തോട് ചോദിക്കൂ, ഇങ്ങനെ ഇത് കൊടുത്തു വിടുവാൻ തക്ക രീതിയിൽ ഇവൻ ആരാണ്? ജീൻവാൽജിൻ എന്തായാലും ഒരു ശിക്ഷ വീണ്ടും പ്രതീക്ഷിച്ചാണ് വന്നിരിക്കുക. അവൻ ജയിൽ മോചിതനാണ്, വീണ്ടും ജയിലിലേക്ക് പോകേണ്ടി വരുമെന്ന ചിന്തയോടെ നിൽക്കുമ്പോൾ മനോഹരമായിട്ട് ബിഷപ്പ് മറുപടി പറയുകയാണ്, ഇവൻ എൻ്റെ സഹോദരനാണ്. ഇവൻ എൻ്റെ സഹോദരനാണെന്നുള്ള തിരിച്ചറിവിലൂടെ ജീവിതത്തെ വീണ്ടും നന്മയിലേക്ക് കെട്ടിപ്പടുക്കുവാനാണ് ലോകത്തിൻ്റെ മുൻപിലേക്ക് യേശു കടന്നു വന്നുകൊണ്ട് കുരിശിൽ അവൻ ബലിയായിട്ട് മാറുക. നമ്മളെല്ലാവരും അവൻ്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട പാപത്തിൻ്റെ വിമോചനം ലഭിച്ച മനുഷ്യരാണ് എന്നുള്ള ബോധ്യത്തിൽ
മുന്നേറുവാനാണ് മാമോദീസായിൽ അവൻ്റെ വിശുദ്ധ കുരിശിൻ്റെ വരയിലൂടെ അവൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം നമ്മിൽ ഓരോരുത്തരിലും ലഭിക്കുക. ഇന്നത്തെ വചനഭാഗം നമ്മളെ ഏറ്റവും ലളിതമായിട്ട് യേശുനാഥൻ വിവരിച്ച് നൽകുക. ഒരു മനുഷ്യൻ്റെ പാപം മോചിക്കുവാനാണ് അവൻ കടന്നു വന്നിരിക്കുന്നതെങ്കിലും ആ മനുഷ്യൻ്റെ ശരീരത്തിൻ്റെ സൗഖ്യവും മനസ്സിൻ്റെയും ആത്മാവിൻ്റെയും ആരോഗ്യവും വീണ്ടെടുക്കുക എന്നുള്ളതും ക്രിസ്തീയതയുടെ ധർമ്മമാണ്. നമ്മളെല്ലാം നമ്മുടെ സഹോദരങ്ങളെ കണ്ടെത്തുമ്പോൾ അവരുടെ ബുദ്ധിമുട്ടുകൾ അറിഞ്ഞ് അവരുടെ ജീവിത സാഹചര്യങ്ങൾ അറിഞ്ഞ് ഒത്തിരിയേറെ നന്മകൾ നമ്മൾ ചെയ്യാറുണ്ട്. ഓരോ നന്മയിലും ഒളിഞ്ഞിരിക്കുന്നത് നീ എൻ്റെ സഹോദരനാണ് എന്നുള്ള ക്രിസ്തീയതയുടെ സദ്വാർത്തയാണ്, അല്ലെങ്കിൽ സുവിശേഷമാണ്. നമുക്കെല്ലാം ചിലപ്പോൾ വലിയ രീതിയിൽ അതൊന്നും ചെയ്തുകൊണ്ട് കടന്നു പോകുവാനായിട്ട് സാധിച്ചെന്നിരിക്കില്ല. പക്ഷേ എളിയ രീതിയിൽ നമ്മൾ അവയിലൂടെ എല്ലാം കടന്നു പോകുമ്പോൾ നമ്മൾ പോലും അറിയാതെ നമ്മുടെ സഹോദരൻ്റെ വീണ്ടെടുപ്പിനായിട്ട് ക്രിസ്തുവിനെ എന്ന പോലെ നമ്മളും ഇറങ്ങുകയാണ്. ഭവനങ്ങളാകാം, അല്ലെങ്കിൽ ചെറിയ രീതിയിൽ ഭക്ഷണ സാധനങ്ങൾ നമ്മൾ ഒരുക്കി കൊടുക്കുമ്പോഴാകാം, അല്ലെങ്കിൽ ഒരു രോഗിക്ക് ഒരു നേരത്തെ അല്ലെങ്കിൽ ഒരു മാസത്തെ മരുന്നിനുള്ള സൗകര്യം നമ്മൾ ഒരുക്കി കൊടുക്കുമ്പോഴാകാം. പല രീതിയിലും നമ്മൾ പാപമോചനം എന്ന് പറയുന്ന വാക്കുകൊണ്ട് മാത്രമല്ല ഒരു മനുഷ്യനെ രക്ഷപ്പെടുത്തിയെടുക്കുക. എൻ്റെ പ്രവൃത്തികൾ വഴിയായിട്ട് തഴയപ്പെട്ടിരിക്കുന്ന ഒരു ജീവിതത്തെ കൂടെ തമ്പുരാനോട് ചേർത്ത് വയ്ക്കുവാനായിട്ട് സാധിക്കുമ്പോൾ അവന് അവൻ്റെ ജീവിതത്തിൽ തള്ളിക്കളയുവാൻ പറ്റാത്ത രീതിയിൽ അവൻ്റെ ഹൃദയത്തോട് ഞാൻ അടുത്തിരിക്കുന്നു എന്നുള്ള ചിന്തയോടുകൂടെ അവനെ സഹോദരൻ എന്ന് വിളിക്കുമ്പോൾ അവന് വീണ്ടെടുക്കപ്പെടുകയാണ്. ഇത്തരത്തിലുള്ള സമൂഹമായിരുന്നു ആദിമ ക്രൈസ്തവ സമൂഹം. അവരെക്കുറിച്ച് മനോഹരമായിട്ട് അപ്പസ്തോല പ്രവർത്തനങ്ങളിൽ പറഞ്ഞു വയ്ക്കുന്നുണ്ട്. ഒരു ഹൃദയവും ഒരു ആത്മാവുമുള്ള മനുഷ്യർ, ഒരു ഹൃദയവും ഒരു ആത്മാവുമുള്ള മനുഷ്യർ. ഇന്ന് നമ്മുടെ ക്രിസ്തീയത എപ്രകാരമാണ് മുന്നോട്ട് പോവുക? ഫ്രാൻസിസ് പാപ്പയെല്ലാം മാതൃകയായി നമ്മോടൊപ്പമുണ്ട്. മുഖമില്ലാത്തവനെ ചുംബിച്ചപ്പോൾ ആ മുഖമില്ലാത്തവൻ ഇപ്രകാരം പറയുകയാണ്, എൻ്റെ ജീവിതത്തിൽ ഞാൻ തഴയപ്പെട്ട അവസ്ഥകളെയെല്ലാം മറന്ന് സ്വർഗീയതയിലേക്ക് ഞാൻ ഉയർന്നുവെന്നാണ് മുഖമില്ലാതെ വികൃതമായിട്ടുള്ള മനുഷ്യൻ്റെ മുഖത്ത് ഫ്രാൻസിസ് പാപ്പ കുരുക്കൾ നിറഞ്ഞ മുഖത്ത് ചുംബിക്കുമ്പോൾ അവൻ ഓർമ്മിപ്പിക്കപ്പെടുക. എൻ്റെ സഹോദരൻ്റെ നിരാശയിലേക്ക്, അവൻ്റെ അനാരോഗ്യത്തിലേക്ക്, അവൻ്റെ ദാരിദ്ര്യത്തിലേക്ക്, അവൻ്റെ വേദനകളിലേക്ക് ഞാൻ കടന്നു ചെല്ലുമ്പോൾ അവനും തളർവാദ രോഗിയെപ്പോലെ തന്നെ വീണ്ടും ദൈവത്തിലേക്ക് വീണ്ടെടുപ്പിലൂടെ കടന്നു പോവുകയാണ്. ദൈവത്തിൻ്റെ സന്നിധിയിൽ നമ്മോടൊപ്പമുള്ള പല രീതിയിലുള്ള വിഷമതകളിലൂടെ കടന്നു പോകുന്നവനെ സ്നേഹത്തോടെ ചേർത്ത് പിടിച്ചുകൊണ്ട്, ഞാൻ നിൻ്റെ സഹോദരനാണ്, സ്നേഹിതനാണ്, നിന്നോടൊപ്പമുണ്ട്, ആ ഒരു ബോധ്യം കൊടുക്കുവാനായിട്ട് നമുക്ക് സാധിക്കട്ടെ. നിത്യം പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. നമുക്കെല്ലാവർക്കും സന്തോഷത്തോടും ഭക്തിയോടും കൂടെ നിന്ന് കർത്താവെ അങ്ങയുടെ ഞങ്ങൾ അപേക്ഷിക്കുന്നു എന്ന് പ്രാർത്ഥിക്കാം. കർത്താവേ, അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. ഇവൻ എൻ്റെ പ്രിയപുത്രനാകുന്നു എന്ന് പിതാവിൽ നിന്ന് സാക്ഷ്യം ലഭിച്ച മിശിഹായെ, കർത്താവും ദൈവമായി നിന്നെ ഏറ്റുപറയുവാൻ നിന്റെ സഭയെ അനുഗ്രഹിക്കണമെന്ന്. കർത്താവേ, അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. ദാസന്റെയും പാപിയുടെയും രൂപം ധരിച്ച മിശിഹായെ, വിനീതമായ സേവനത്തിന് തങ്ങളെ തന്നെ പ്രതിഷ്ഠിക്കുവാൻ ഞങ്ങളുടെ പരിശുദ്ധ പിതാവ് മാർ ഫ്രാൻസിസ് പാപ്പായെയും ഞങ്ങളുടെ സഭാധ്യക്ഷനും പിതാവുമായ മാർ ജോർജ് ആലഞ്ചേരി ശ്രേഷ്ഠ മെത്രാപ്പൊലീത്തയെയും മറ്റെല്ലാ മെത്രാന്മാരെയും അനുഗ്രഹിക്കണമെന്ന്. കർത്താവേ, അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. യോഹന്നാനിൽ നിന്ന് മാമോദിസ സ്വീകരിച്ചുകൊണ്ട് സകല നീതിയും പൂർത്തിയാക്കിയ മിശിഹായെ, ഞങ്ങൾക്ക് നൽകപ്പെട്ട പുത്രസ്വീകരണത്തിൻ്റെ അരൂപിയിൽ അയൽക്കാരെ സ്നേഹിക്കുവാനും ദുഃഖിതരെ ആശ്വസിപ്പിക്കുവാനും ഞങ്ങളെ ശക്തരാക്കണമെന്ന്. കർത്താവേ, അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. ഒരു കർത്താവും ഒരു വിശ്വാസവും ഒരു മാമോദീസായും ഏറ്റുപറഞ്ഞുകൊണ്ട് എല്ലാ ക്രിസ്തീയ വിഭാഗങ്ങളും ഒന്നായി തീരുവാൻ ഇടയാക്കണമെന്ന്. കർത്താവേ, അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. നിന്റെ മുന്നോടിയായ യോഹന്നാനെ പോലെ ഞങ്ങൾ സത്യത്തിന്റെ സാക്ഷികളും പരിത്യാഗത്തിന്റെ മാതൃകളുമായി തീരുവാൻ അനുഗ്രഹിക്കണമെന്ന്. കർത്താവേ, അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. നമുക്കെല്ലാവർക്കും നമ്മയും നാം ഓരോരുത്തരെയും പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സമർപ്പിക്കാം. ഞങ്ങളുടെ ദൈവമായ കർത്താവേ, അങ്ങേക്ക് ഞങ്ങൾ സമർപ്പിക്കുന്നു. കർത്താവേ, ബലവാനായ ദൈവമേ, അങ്ങയോട് ഞങ്ങൾ വിനയപൂർവ്വം പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ കൃപാവരം ഞങ്ങളിൽ നിറയ്ക്കണമേ. അങ്ങയുടെ ദാനങ്ങൾ ഞങ്ങളുടെ കരങ്ങൾ വഴി വർഷിക്കണമേ.
അങ്ങയുടെ കൃപയും അനുഗ്രഹവും അങ്ങ് കാരുണ്യാദ്രികത്താൽ തിരഞ്ഞെടുത്ത അങ്ങയുടെ ജഗണമായ ജനം മുഴുവന്റെയും കടങ്ങളുടെ പൊറുതിക്കും പാപങ്ങളുടെ മോചനത്തിനും കാരണമാകട്ടെ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും ആമേൻ. സകലത്തിന്റെയും നാഥനായ ദൈവം തൻ്റെ കൃപാസമുദ്രത്തിൽ നമ്മുടെ കടങ്ങളുടെയും പാപങ്ങളുടെയും കറ കഴുകിക്കളയട്ടെ. കർത്താവ് തന്റെ കൃപയാലും അനുഗ്രഹത്താലും നമ്മളുടെ പാപങ്ങളുടെ മാലിന്യം തുടച്ചു നീക്കുകയും ചെയ്യട്ടെ. അങ്ങയുടെ ആരാധ്യമായ തൃത്വത്തെ എപ്പോഴും എന്നേക്കും ഞങ്ങൾ സ്തുതിക്കും. ആമേൻ. നമ്മുടെ രക്ഷയ്ക്കു വേണ്ടി തന്നെ തന്നെ ബലിയർപ്പിക്കുകയും തന്റെ പീഡാനുഭവത്തിന്റെയും മരണത്തിന്റെയും സംസ്കാരത്തിന്റെയും ഉദ്ധാനത്തിന്റെയും ഓർമ്മയാചരിക്കുവാൻ കൽപ്പിക്കുകയും ചെയ്ത മിശിഹ തന്റെ കൃപയാലും അനുഗ്രഹത്താലും ഈ കുർബാന നമ്മുടെ കരങ്ങളിൽ നിന്ന് സ്വീകരിക്കുമാറാകട്ടെ. ആമേൻ. പാപമോചനത്തിൻ്റെ സദ്വാർത്ഥയുമായിട്ടാണ് നല്ല തമ്പുരാൻ കടന്നു വരിക. അത് സുവിശേഷമായിട്ട് മാറുന്നത് അപരനിലേക്ക് അത് നന്മയോടുകൂടെ എനിക്കത് കൊടുക്കുവാനായിട്ട് സാധിക്കുമ്പോഴാണ്. എൻ്റെ സഹോദരൻ്റെ പാപമോചനമെന്ന് പറയുന്നത് അവൻ്റെ പൂർണ്ണമായ രീതിയിലുള്ള ആത്മീകവും ശാരീരികവും മാനസികവും ഭൗതികവുമായ വീണ്ടെടുപ്പ് കൂടെയാണ്. അതിനുവേണ്ടി എത്രത്തോളം എനിക്ക് യത്നിക്കുവാനായിട്ട് സാധിക്കുന്നുണ്ട്. ദൈവത്തിൻ്റെ സന്നിധിയിൽ നമ്മെ തന്നെ പൂർണ്ണമായി സമർപ്പിച്ച് നമുക്ക് ചിന്തിക്കാം. ദൈവം ഈ ബലിയിലൂടെ നമ്മെയും നമ്മുടെ സഹോദരങ്ങളെയും പാപമോചനത്തിൽ നിന്ന് പാപത്തിൽ നിന്ന് നന്മയിലേക്ക് വീണ്ടെടുക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ. നല്ല തമ്പുരാനിലുള്ള നമ്മുടെ വിശ്വാസത്തെ ഉച്ചസ്വരത്തിൽ നമുക്ക് ഏറ്റുചൊല്ലാം. സർവശക്തനും പിതാവുമായ ഏകദൈവത്തിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. ദൃശ്യവും അദൃശ്യവുമായ സകലത്തിന്റെയും സൃഷ്ടാവിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. ദൈവത്തിന്റെ പുത്രനും സകല സൃഷ്ടിക്കൽ മുമ്പുള്ള അതിജാതനും യുഗങ്ങൾക്കെല്ലാം മുമ്പ് പിതാവിൽ ജനിച്ചവനും എന്നാൽ സൃഷ്ടിക്കപ്പെടാത്തവനും ഏകകർത്താവുമായ ഈശോമിശിഹായിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. അവിടുന്ന് സത്യദൈവത്തിനുള്ള സത്യദൈവവും പിതാവിനോട് ഏകസത്യവുമാകുന്നു. അവിടുന്ന് വഴി പ്രപഞ്ച സംവിധാനം ചെയ്യപ്പെടുകയും എല്ലാം സൃഷ്ടിക്കപ്പെടുകയും ചെയ്തു. മനുഷ്യരായ നമ്മൾക്ക് വേണ്ടിയും നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടിയും അവിടുന്ന് സ്വർഗത്തിൽ നിന്നിറങ്ങി പരിശുദ്ധാത്മാവിനാൽ കന്യകാമറിയത്തിൽ നിന്നും ശരീരം സ്വീകരിച്ച് മനുഷ്യനായി പിറന്നു. പന്തിയോൽ പിലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിക്കുകയും സ്ലീബായി തറയ്ക്കപ്പെട്ട് മരിക്കുകയും സംസ്കരിക്കപ്പെടുകയും എഴുതപ്പെട്ടിരിക്കുന്നത് പോലെ മൂന്നാം ദിവസം ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്തു. അവിടുന്ന് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി പിതാവിന്റെ വലത്ത് ഭാഗത്തിരിക്കുന്നു. മരിച്ചവരെയും ജീവിക്കുന്നവരെയും വിധിക്കുവാൻ അവിടുന്ന് വീണ്ടും വരുവാനിരിക്കുന്നു. പിതാവിൽ നിന്നും പുത്രനിലും പുറപ്പെടുന്ന സത്യാത്മാവും ജീവിതാതാവുമായ ഏകപരിശുദ്ധാത്മാവിലെ ഞങ്ങൾ വിശ്വസിക്കുന്നു. ഏകവും പരിശുദ്ധവും ശ്ലൈകീയവും സാർവത്രികവുമായ സഭയിലും ഞങ്ങൾ വിശ്വസിക്കുന്നു. പാപമോചനത്തിലേക്ക് മാമുദീസയും ശരീരത്തിന്റെ ഈർപ്പം നിത്യായുസ്സും ഞങ്ങൾ ഏറ്റുപറയുകയും ചെയ്യുന്നു. ആമേൻ. കർത്താവെ ആശീർവദിക്കണമേ എൻ്റെ സഹോദരരെ. ഈ കുർബാന എൻ്റെ കരങ്ങൾ വഴി പൂർത്തിയാകുവാൻ നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുവിൻ. സകലത്തിന്റെയും നാഥനായ ദൈവം തന്റെ അപേക്ഷ നിറവേറ്റുവാൻ നമ്മെ ശക്തരാക്കട്ടെ. ഈ കുർബാനയെ അവിടുന്ന് സ്വീകരിക്കട്ടെ. അങ്ങേക്ക് ഞങ്ങൾക്കും ലോകം മുഴുവനും വേണ്ടി അങ്ങ് സമർപ്പിക്കുന്ന ഈ ബലിയിൽ അവിടുന്ന് സംപ്രീതനാകുകയും ചെയ്യട്ടെ. ആമേൻ. കർത്താവായ ദൈവമേ, അങ്ങ് ഞങ്ങളുടെ മേൽ വർഷിച്ച സമൃദ്ധമായ അനുഗ്രഹങ്ങളെ പ്രതി ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. അങ്ങയുടെ അഭിഷിക്തന്റെ ശരീരക്തങ്ങളാകുന്ന ദിവരഹസ്യങ്ങളുടെ ശുശ്രൂഷകരാകുവാൻ എളിയവരും പാപികളുമായിരുന്നിട്ടും ഞങ്ങളെ അങ്ങ് കാരുണ്യാദ്രികത്താൽ യോഗ്യരാക്കി. അങ്ങ് നൽകിയ ഈ ദാനം തികഞ്ഞ സ്നേഹത്തോടും ഉറച്ച വിശ്വാസത്തോടും കൂടെ പരികർമ്മം ചെയ്യുവാൻ ബലഹീനരായി ഞങ്ങളെ ശക്തരാക്കണമെന്ന് അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. ഞങ്ങൾ അങ്ങേക്ക് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. സമാധാനം നിങ്ങളോടുകൂടെ. അങ്ങയോടും അങ്ങയുടെ ആത്മാവോടും കൂടെ. സഹോദരരെ, മിശിഹായുടെ സ്നേഹത്തിൽ നിങ്ങൾ സമാധാനം ആശംസിക്കുവിൻ. മിശിഹാ കർത്താവിൻ കൃപയും ദൈവപിതാവിൻ സ്നേഹമതും റൂഹാദൻ സഹവാസവുമീ
ഉയരങ്ങളിലേക്കുയരട്ടെ ഹൃദയവികാര വിചാരങ്ങൾ. ഉയരങ്ങളിലേക്കുയരട്ടെ ഹൃദയവികാര വിചാരങ്ങൾ. പൂർവപിതാവാമബ്രാഹം ഇസ്ഹാക്ക് യാക്കോബെന്നിവർ തൻ ദൈവമേ നിത്യം ആരാധ്യൻ. രാജാവേ നിൻ സന്നിധിയിൽ അഖില ചരാചര കർത്താവാ ദൈവത്തിനു ബലിയർപ്പിപ്പൂ. ന്യായവുമാണത് യുക്തവുമാ, ന്യായവുമാണത് യുക്തവുമാ, ന്യായവുമാണത് യുക്തവുമാ, ന്യായവുമാണത് യുക്തവുമാ. സമാധാനം നമ്മോടുകൂടെ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര, അങ്ങ് ലോകത്തെയും അതിലുള്ള സകലത്തെയും കനിവോടെ സൃഷ്ടിക്കുകയും മനുഷ്യവംശത്തോട് അളവറ്റ കൃപ കാണിക്കുകയും ചെയ്തു. സ്വർഗവാസികളുടെ ആയിരങ്ങളും മാലാഖമാരുടെ 10,000ങ്ങളും മഹോന്നതനായ ദൈവമേ അങ്ങയെ കുമ്പിട്ടാരാധിക്കുന്നു. പരിശുദ്ധരും അരൂപികളുമായ ക്രോവ്യന്മാരോടും ശ്രാപ്യന്മാരോടും ചേർന്ന് നാഥനായ അങ്ങേക്ക് അവർ ആരാധന സമർപ്പിക്കുന്നു. ഉയർന്ന സ്വരത്തിൽ ഇടപെടാതെ സ്തുതിച്ചുകൊണ്ട് അവർ ഒന്ന് ചേർന്ന് ഉദ്ഘോഷിക്കുകയും ചെയ്യുന്നു. ബലവാനീശനോശാന പാടാം, ദൈവാത്മാവിനോശാന പാടാം. മണ്ണിലും മിന്നിലുമായവനെ മാലാഖമാർ ചേർന്നോശാന പാടാം. കർത്താവായ ദൈവമേ, സ്വർഗീയഗണങ്ങളോടുകൂടെ അങ്ങേക്ക് ഞങ്ങൾ കൃതജ്ഞത സമർപ്പിക്കുന്നു. അങ്ങയുടെ പ്രിയപുത്രൻ ഞങ്ങളോട് കൽപ്പിച്ചതുപോലെ എളിയവരും ബലഹീനരും ആകുലരുമായ ദാസർ അവിടുത്തെ നാമത്തിൽ ഒരുമിച്ചുകൂടി ഞങ്ങളുടെ രക്ഷയുടെ സ്മാരകമായ ഈ മഹാരഹസ്യം തിരുസന്നിധിയിൽ അർപ്പിക്കുന്നു. കരങ്ങൾ കൂപ്പി നമ്മുടെ പ്രാർത്ഥനാ നിയോഗങ്ങൾ തമ്പുരാൻ്റെ പാപമോചകമായ തിരിച്ച രക്തങ്ങളോട് ചേർത്ത് വെച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവായ ദൈവമേ, അങ്ങയുടെ പ്രിയപുത്രൻ ഞങ്ങളെ പഠിപ്പിച്ചതുപോലെ അവിടുത്തെ പീഡാനുഭവത്തിൻ്റെ സ്മരണ ഞങ്ങൾ ആചരിക്കുന്നു. താൻ ഏൽപ്പിച്ചു കൊടുക്കപ്പെട്ട രാത്രിയിൽ ഈശോ നിർമ്മലമായ തൃക്കരങ്ങളിൽ അപ്പമെടുത്ത് സ്വർഗത്തിലേക്ക് ആരാധ്യനായ പിതാവേ അങ്ങയുടെ പക്കലേക്ക് കണ്ണുകൾ ഉയർത്തി വാഴ്ത്തി
വിഭജിച്ച് ശിഷ്യന്മാർക്ക് നൽകിക്കൊണ്ട് അരുളി ചെയ്തു, ഇതു പാപമോചനത്തിനായി നിങ്ങൾക്കു വേണ്ടി വിഭജിക്കപ്പെടുന്ന എൻ്റെ ശരീരമാകുന്നു. നിങ്ങളെല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി ഭക്ഷിക്കുവിൻ. അപ്രകാരം തന്നെ കാസയും എടുത്ത് കൃതജ്ഞതാ സ്തോത്രം ചെയ്ത് വാഴ്ത്തി അവർക്ക് നൽകിക്കൊണ്ട് അരുളി ചെയ്തു, ഇത് പാപമോചനത്തിനായി അനേകർക്ക് വേണ്ടി ചിന്തപ്പെടുന്ന പുതിയ ഉടമ്പടിയിലെ എൻ്റെ രക്തമാകുന്നു. നിങ്ങളെല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി പാനം ചെയ്യുവിൻ. ഞാൻ ഈ ചെയ്യുന്നത് നിങ്ങൾ എൻ്റെ നാമത്തിൽ ഒന്നിച്ചു കൂടുമ്പോൾ എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിൻ. കർത്താവേ, ശക്തനായ ദൈവമേ, സാർവത്രിക സഭയുടെ പിതാവും തലവനുമായ മാർ ഫ്രാൻസിസ് പാപ്പായ്ക്കും ഞങ്ങളുടെ സഭയിലെ എല്ലാ പിതാക്കന്മാർക്കും വിശുദ്ധ കത്തോലിക്ക സഭ മുഴുവനു വേണ്ടിയും പുരോഹിതന്മാർ, ഡീക്കന്മാർ, സമർപ്പിതരൽമായ പ്രേക്ഷിതർ, ഭരണകർത്താക്കൾ, മേലധികാരികൾ എന്നിവർക്കും വേണ്ടി ഈ കുർബാന സ്വീകരിക്കണമേ. കർത്താവേ, കുർബാന സ്വീകരിക്കണമേ. ക്ലേശിതരും ദുഃഖിതരും ദരിദ്രരും പീഡിതരും രോഗികളും ആകുലമായ എല്ലാവർക്കും വേണ്ടിയും ഞങ്ങളുടെ ഇടയിൽ നിന്ന് അങ്ങയുടെ നാമത്തിൽ വേർപിരിഞ്ഞു പോയ എല്ലാ മരിച്ചവർക്കും അങ്ങയുടെ കാരുണ്യത്തെ പ്രത്യാശപൂർവ്വം കാത്തിരിക്കുന്ന ഈ ദൈവജനത്തിനും വിശ്വാസത്തിന് വേണ്ടിയും നീതിക്ക് വേണ്ടിയും ത്യാഗങ്ങൾ ഏറ്റെടുക്കേണ്ടി വരുന്ന എല്ലാ സഹോദരങ്ങൾക്കും വേണ്ടിയും അയോഗ്യനായ എനിക്കും വേണ്ടി ഈ കുർബാന സ്വീകരിക്കണമേ. കർത്താവേ, കുർബാന സ്വീകരിക്കണമേ. കർത്താവേ, എളിയവരും ബലഹീനരും ക്ലേശിതരുമായി ദാസരും അങ്ങ് നൽകിയ മാതൃക പരമ്പരാഗതമായി സ്വീകരിച്ച് അങ്ങയുടെ തിരുനാമത്തിൽ ഒരുമിച്ച് കൂടി ഇപ്പോൾ തിരുസന്നിധിയിൽ നിൽക്കുന്നു. ഞങ്ങളുടെ നാഥനും രക്ഷകനുമായ ഈശോ മിശിഹായുടെ പീഠാനുഭവത്തിൻ്റെയും മരണത്തിൻ്റെയും സംസ്കാരത്തിൻ്റെയും ഉത്ഥാനത്തിൻ്റെയും മഹനീയവും ഭയഭക്തിജനകവും പരിശുദ്ധവും ജീവദായകവും ദൈവീകവുമായ ഈ രഹസ്യത്തെ ഏറ്റവും സന്തോഷത്തോടെ ഞങ്ങൾ സ്മരിക്കുകയും സ്തുതിക്കുകയും അനുഷ്ഠിക്കുകയും ചെയ്യുന്നു. നിങ്ങൾ നിശബ്ദരായി ആദരപൂർവ്വം പ്രാർത്ഥിക്കുവിൻ. സമാധാനം നമ്മോടുകൂടെ. കർത്താവേ, നിന്റെ പരിശുദ്ധാത്മാവെഴുന്നള്ളി വരട്ടെ. നിന്റെ ദാസരുടെ ഈ കുർബാനയിൽ അവിടുന്ന് ആവസിച്ച് ഇതിനെ ആശീർവദിക്കുകയും പൗത്രീകരിക്കുകയും ചെയ്യട്ടെ. ഇത് ഞങ്ങൾക്ക് കടങ്ങളുടെ പൊറുതിക്കും പാപങ്ങളുടെ മോചനത്തിനും മരിച്ചവരുടെ ഉയർപ്പിലുള്ള വലിയ പ്രത്യാശയ്ക്കും നിന്നെ പ്രീതിപ്പെടുത്തിയ എല്ലാവരോടും ഒന്നിച്ച് സ്വർഗരാജ്യത്തിൽ നവമായ ജീവിതത്തിനും കാരണമാകട്ടെ. കർത്താവായ ദൈവമേ, ഞങ്ങൾക്ക് വേണ്ടിയുള്ള അങ്ങയുടെ മഹനീയവും വിസ്മയാഭവുമായ ഈ രക്ഷാപദ്ധതിയെക്കുറിച്ച് അങ്ങേ ഞങ്ങൾ നിരന്തരം പ്രകീർത്തിക്കുന്നു. അങ്ങയുടെ അഭിഷിക്തന്റെ അമൂല്യ രക്തത്താൽ രക്ഷിക്കപ്പെട്ട സഭയിൽ സന്തോഷത്തോടും പ്രത്യാശയോടും കൂടെ ഞങ്ങൾ അങ്ങേക്ക് കൃതജ്ഞത അർപ്പിക്കുകയും ചെയ്യുന്നു. സജീവവും പരിശുദ്ധവും ജീവദായകവുമായ അങ്ങയുടെ തിരുനാമത്തിന് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും ഞങ്ങൾ സമർപ്പിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ദൈവമേ, അങ്ങയുടെ കൃപയ്ക്കൊത്ത വിധം ഞങ്ങളോട് ദയ തോന്നണമേ. അങ്ങയുടെ കാരുണ്യാനുസൃതമായി ഞങ്ങളുടെ പാപങ്ങൾ മായ്ച്ചു കളയണമേ. കർത്താവേ, ഞങ്ങൾ തീർത്തും അയോഗ്യരാകുന്നു. എങ്കിലും സുദ്രഹവും പരിശുദ്ധവും ജീവദായകവും ദൈവികവുമായ രഹസ്യങ്ങളിലേക്ക് അങ്ങയുടെ കാരുണ്യം മാത്രം ഞങ്ങളെ അടുപ്പിക്കുന്നു. ഞങ്ങളുടെ കർത്താവ് ഈശോ മിശിഹായേ, നിന്റെ തിരുനാമത്തിന് സ്തുതിയും നാഥനായി നിനക്ക് ആരാധനയും എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. സജീവവും ജീവദായകവുമായ ഈ അപ്പം സ്വർഗത്തിൽ നിന്ന് ഇറങ്ങിയതും
ലോകത്തിന് മുഴുവൻ ജീവൻ നൽകുന്നതുമാകുന്നു. ഇത് ഭക്ഷിക്കുന്നവർ മരിക്കുകയില്ല, പ്രത്യുത പാപമോചനവും രക്ഷയും പ്രാപിക്കുകയും നിത്യം ജീവിക്കുകയും ചെയ്യും. ജീവന്റെ ഭോജ്യമാമീശോ, തിരുവോസ്തിയിൽ വാഴുമീശോ, വാഴ്ത്തുന്നു ഞങ്ങൾ, സ്തുതിക്കുന്നു ഞങ്ങൾ, ആരാധ്യനായക നിന്നെ. ജീവന്റെ ഭോജ്യമാമീശോ, തിരുവോസ്തിയിൽ വാഴുമീശോ, വാഴ്ത്തുന്നു ഞങ്ങൾ, സ്തുതിക്കുന്നു ഞങ്ങൾ, ആരാധ്യനായക നിന്നെ. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നാം എല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. നമ്മുടെ രക്ഷകന്റെ അമൂല്യമായ ശരീരരക്തങ്ങളുടെ രഹസ്യങ്ങളെ നമുക്കെല്ലാവർക്കും ഭക്തി ആദരങ്ങളോടെ സമീപിക്കാം. അനുതാപത്തിനുളവാകുന്ന ശരണത്തോടെ അപരാധങ്ങളിൽ നിന്ന് പിന്തിരിഞ്ഞുകൊണ്ടും പാപങ്ങളെക്കുറിച്ച് പശ്ചാത്തപിച്ചുകൊണ്ടും സഹോദര തെറ്റുകൾ ക്ഷമിച്ചുകൊണ്ടും നമുക്ക് സകലത്തിൻ്റെയും നാഥനായ ദൈവത്തോട് കൃപയും പാമോനെ യാചിക്കുകയും ചെയ്യാം. കർത്താവേ, അങ്ങയുടെ ദാസരുടെ പാപങ്ങളും അപരാധങ്ങളും ക്ഷമിക്കണമേ. ഭിന്നതകളും കലഹങ്ങളും വെടിഞ്ഞ് നമ്മുടെ മനസാക്ഷിയെ ശുദ്ധീകരിക്കാം. കർത്താവേ, അങ്ങയുടെ ദാസരുടെ പാപങ്ങളും അപരാധങ്ങളും ക്ഷമിക്കണമേ. ശത്രുതയിലും വിദ്വേഷത്തിൽ നിന്ന് നമ്മുടെ ആത്മാക്കളെ വിമുക്തമാക്കാം. കർത്താവേ, അങ്ങയുടെ ദാസരുടെ പാപങ്ങളും അപരാധങ്ങളും ക്ഷമിക്കണമേ. വിശുദ്ധ കുർബാന സ്വീകരിക്കുകയും പരിശുദ്ധാത്മാവിനാൽ പൗത്രീകരിക്കപ്പെടുകയും ചെയ്യാം. കർത്താവേ, അങ്ങയുടെ ദാസരുടെ പാപങ്ങളും അപരാധങ്ങളും ക്ഷമിക്കണമേ. യോജിപ്പോടും ഐക്യത്തോടും കൂടെ ദിവ്യരഹസ്യങ്ങളിൽ പങ്കുകൊള്ളാം. കർത്താവേ, അങ്ങയുടെ ദാസരുടെ പാപങ്ങളും അപരാധങ്ങളും ക്ഷമിക്കണമേ. കർത്താവേ, ഇവ ഞങ്ങളുടെ ശരീരങ്ങളുടെ ഉയർപ്പിനും ആത്മാക്കളുടെ രക്ഷയ്ക്കും കാരണമാകട്ടെ, നിത്യജീവനും കാരണമാകട്ടെ. എന്നേക്കും ആമേൻ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. പാപമോചനം എന്ന് പറയുന്നത് ഒരു വാക്കുകൊണ്ടുള്ള ഒരു ക്ഷമ മാത്രമല്ല എന്ന് യേശുനാൾ നമ്മെ പഠിപ്പിക്കുന്നു. തളർവാദ രോഗിയെ അവന് സുഖപ്പെടുന്നത് വഴിയായി നിൻ്റെ ജീവിതത്തിലെ നന്മകളെ, അത് ശാരീരികമായിട്ടുള്ള, ഭൗതികമായിട്ടുള്ള, ആത്മീകമായിട്ടുള്ള നന്മകളെ പകർന്നു കൊടുക്കൽ കൂടെയാണെന്നുള്ളതാണ് തളർവാദ രോഗിയെ സുഖപ്പെടുത്തുന്നത് വഴിയായിട്ട് യേശു നമ്മെ ഓർമ്മിപ്പിക്കുക. നിൻ്റെ നന്മകൾ നീ പങ്കുവെക്കുക വഴിയായി നിൻ്റെ സഹോദരനെ നീ വീണ്ടും ദൈവത്തിലേക്ക് അടുപ്പിക്കുകയാണ്. ആ ഒരു ചിന്തയോടുകൂടെ സഹോദരങ്ങളോട്, ദൈവത്തോട് നമ്മുടെ ഭാഗത്തുനിന്ന് അറിഞ്ഞും അറിയാതെ വന്നുപോയ തെറ്റുകൾ ക്ഷമിക്കണമേ എന്നും, നിസ്സംഗത മൂലവും അലസത മൂലവും നമ്മൾ ചെയ്യുവാനായിട്ട് മടി കാണിച്ചിട്ടുള്ള നന്മകളെ പ്രതി ദൈവത്തിൻ്റെ സന്നിധിയിൽ മാപ്പ് യാചിച്ചുകൊണ്ടും സ്വർഗീയ പിതാവിനെ ഏറ്റവും സ്നേഹത്തോടെ വിളിച്ചുകൊണ്ട് അവിടുത്തെ തിരുക്കുമാരൻ്റെ തിരുശരീരരക്തങ്ങൾ സ്വീകരിക്കുവാനായിട്ട് നമ്മെ തന്നെ നമുക്കൊരുക്കാം. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, ദുഷ്ടാരൂപിയിൽ ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. സമാധാനം നിങ്ങളോടുകൂടെ. അങ്ങയോടും അങ്ങയുടെ ആത്മാവോടും കൂടെ. വിശുദ്ധ കുർബാന വിശുദ്ധ ജനത്തിന് ഉള്ളതാകുന്നു. ഏകപിതാവ് പരിശുദ്ധനാകുന്നു, ഏകപുത്രൻ പരിശുദ്ധനാകുന്നു, ഏകരൂഹ പരിശുദ്ധനാകുന്നു. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിലും എന്നേക്കും സ്തുതി. ആമേൻ. ജീവിക്കുന്ന ദൈവത്തെ നിങ്ങൾ പ്രകീർത്തിക്കുവിൻ. സ്വർഗത്തിൽ നിന്നുള്ള സ്വരം മാറ്റൽ കൊണ്ടു ഇവനെന്റെ പ്രിയപുത്രനാകുന്നു, ഇവനിൽ ഞാൻ സംപ്രീതനായിരിക്കുന്നു. ലോകരക്ഷകനെ നമുക്കൊന്ന് ചേർന്ന് സ്തുതിച്ച് ആരാധിക്കാം. നമ്മെ ജീവനർത്താവ് ഈശോ മിശിഹായുടെ കൃപാവരം അവിടുത്തെ കാരുണ്യത്താൽ നാം എല്ലാവരിലും സമ്പൂർണ്ണമാകട്ടെ, എപ്പോഴും എന്നേക്കും ആമേൻ. ജലത്താലും അരൂപിയാലും നാം മിശിഹായുടെ ഭൗതിക ശരീരത്തിലെ അംഗങ്ങളായിരിക്കുന്നു. അവിടുത്തെ ശരീരവും രക്തവും നമ്മെ പരിപോഷിപ്പിക്കട്ടെ. മിശിഹായുടെ തിരുശരീരവും രക്തവും കടങ്ങളുടെ പൊറുതിക്കും നിത്യജീവനും കാരണമാകട്ടെ.
തിരുരൂപൻ അണയും നിമിഷം സ്വർഗീയവാതിൽ തുറക്കുമീ നിമിഷം തിരുവോസ്തിരൂപൻ അണയും നിമിഷം നവജീവനേകാൻ ആഹാരമായി തിരുനാഥനണയും നീ ബലിവേദിയിൽ നവജീവനേകാൻ ആഹാരമായി തിരുനാഥനണയും നീ ബലിവേദിയിൽ പരിശുദ്ധ പരമകാരുണ്യമേ നിന്നെ വാഴ്ത്തുന്നു ഞങ്ങൾ ഓ ദിവ്യ സ്നേഹമേ നിന്നെ സ്തുതിക്കുന്നു ഞങ്ങൾ. സ്നേഹമുള്ളവരെ, ഈ ആഴ്ചയിലെ അറിയിപ്പുകൾ കോവിഡിൻ്റെ വ്യാപനത്തിൻ്റെ ഇപ്പോഴുള്ള ആശങ്ക നമുക്കറിയാമല്ലോ. അല്പം ഇളവുകൾ പ്രഖ്യാപിക്കുമ്പോഴും നമ്മുടെ പ്രതീക്ഷ ഇപ്പോഴും വലിയ ആശങ്കയായിട്ട് തുടരുകയാണ്. ഇടവകയിലെ തിരുനാളുകൾ പല പള്ളികളിലും ഈ സാഹചര്യത്തിൽ മാറ്റിവെച്ചിട്ടുണ്ട്. കാട്ടിക്കുന്ന് പള്ളിയിൽ നമുക്ക് തിരുനാൾ ആണല്ലോ, എങ്കിലും നമ്മൾ ആഗ്രഹിക്കുന്ന വിധത്തിൽ ഈ വർഷവും തിരുനാൾ ആഘോഷിക്കുവാൻ സാധിക്കുകയില്ല. അതിനാൽ ഇക്കാര്യം പ്രസിഡന്റുമാരും കമ്മിറ്റികളുമായി പങ്കുവച്ചപ്പോൾ മറ്റ് ഇടവകൾ ചെയ്തതുപോലെ നമ്മുടെ തിരുനാളും നീട്ടിവെക്കാമെന്നുള്ള അവരുടെയും അഭിപ്രായം കണക്കിലെടുത്ത് ഈ വർഷം മാത്രം ഒക്ടോബർ മാസം കൊന്തയോടനുബന്ധിച്ച് കൊന്ത നമസ്കാരവും തിരുനാളും ഒരുമിച്ച് അവിടെ ആഘോഷിക്കാമെന്നാണ് തീരുമാനം. ആയതിനാൽ അടുത്ത ആഴ്ചയിലെ തിരുനാൾ ആഘോഷങ്ങൾ ഒക്ടോബറിലേക്ക് മാറ്റിയിരിക്കുന്നെന്ന കാര്യം എല്ലാവരെയും അറിയിച്ചു കൊള്ളുന്നു. അതോടൊപ്പം നാളെ മുതൽ ഇനിയൊരു പ്രത്യേക അറിയിപ്പുണ്ടാകുന്നത് വരെ ഞായറാഴ്ചകളിൽ കാട്ടിക്കുന്ന് പള്ളിയിൽ വിശുദ്ധ കുർബാന ഉണ്ടായിരിക്കുന്നതാണ്. 20 പേർ മാത്രമാണ് ദേവാലയത്തിൽ പ്രവേശിക്കുവാനായിട്ട് സൗകര്യമുണ്ടാവുക. നമ്മുടെ ഇടവകയിലും ഇവിടെയും 20 പേർക്കാണ് പ്രവേശനം. ആദ്യം വരുന്ന 20 പേർക്കാണ് ദേവാലയത്തിൽ പേര് രജിസ്റ്റർ ചെയ്തതിന് ശേഷം അകത്ത് പ്രവേശിക്കുവാനായിട്ട് സാധിക്കുക. പിന്നീട് ആരെങ്കിലും എല്ലാം വരികയാണെങ്കിൽ പുറത്തു നിന്ന് സഹകരിക്കാൻ ഓർമ്മിപ്പിക്കുന്നു. ഏതെങ്കിലും തരത്തിൽ ആരോഗ്യ പ്രശ്നമുള്ളവർ ഭവനങ്ങളിൽ തന്നെ ആയിരുന്നു കൊണ്ട് പ്രാർത്ഥിക്കുക. ഏറ്റവും പ്രധാനപ്പെട്ടത് വരുന്നവർ നേരത്തെ എത്തി വിശുദ്ധ ബലിയിൽ പങ്കുചേരാനായിട്ട് പേര് രജിസ്റ്റർ ചെയ്യണമെന്നുള്ളതാണ്. സ്നേഹമുള്ളവർ, കഴിഞ്ഞ ഒരാഴ്ചക്കാലം കുര്യാക്കോസ് അച്ഛനോടൊപ്പം അച്ഛനെ സഹായിക്കുവാനായിട്ട് ഈ ഇടവകയിൽ എനിക്ക് ആയിരിക്കുവാനായിട്ട് സാധിച്ചു. പ്രത്യേകമായിട്ട് ദൈവത്തിന് നന്ദി പറയുകയാണ്. നാളെ ഞാൻ തിരിച്ചു പോകും. അച്ഛനൊന്ന് പരിചയപ്പെടുത്താൻ പറഞ്ഞു, അതുകൊണ്ട് മാത്രം പരിചയപ്പെടുത്തുകയാണ്. എൻ്റെ പേര് അലക്സ്. മേക്കാന്തുരത്തിലെ വീട് പറവൂർ അടുത്ത് തുരുത്തിപ്പുറം എന്ന് പറയുന്ന ഇടവകയിലാണ് എൻ്റെ വീട്. സെൻറ്റ് ലൂയിസ് ചർച്ച്. വീട്ടിൽ അപ്പച്ചൻ, അമ്മ, ചേച്ചി. അപ്പച്ചനും അമ്മയൊക്കെ വീട്ടിൽ സുഖമായിരിക്കുന്നു. ചേച്ചിയുടെ കല്യാണം കഴിഞ്ഞു, അവരും സുഖമായിരിക്കുന്നു. നിങ്ങൾ പ്രാർത്ഥനയിൽ എന്നെയും എൻ്റെ കുടുംബത്തെയും ഓർക്കുക എന്ന് പ്രത്യേകമായിട്ട് ഓർമ്മിപ്പിക്കുന്നു. നാളെ തിങ്കളാഴ്ച മുതൽ നമ്മുടെ ഇടവകയിലെ പുതിയ അസിസ്റ്റൻ്റ് വികാരിയായിട്ട് ചുമതല ഏറ്റെടുക്കുന്നത് എൻ്റെ ബാച്ചുകാർ തന്നെയായിട്ടുള്ള മാടപ്പാടൻ ജിയോ അച്ഛനാണ്. അച്ഛൻ ചില സാങ്കേതിക കാരണങ്ങളാൽ ഈ ആഴ്ച എത്താനായിട്ട് അച്ഛന് സാധിച്ചില്ല. അതുകൊണ്ടാണ് ഞാനിവിടെ ആയിരുന്നത്. അച്ഛൻ നാളെ വന്ന് ചാർജ് എടുക്കും. അച്ഛൻ്റെ പ്രവർത്തനങ്ങൾ ഇടവകയ്ക്ക് കൂടുതൽ ഉപകാരപ്രദമാകുവാനായിട്ട് അച്ഛന് വേണ്ടി ഈ ദിവസങ്ങളിൽ എല്ലാവരും പ്രാർത്ഥിക്കണമെന്ന് ഓർമ്മിപ്പിക്കുന്നു. പ്രത്യേകമായിട്ട് ഒരാഴ്ചക്കാലം സൗഹൃദത്തോടുകൂടെ ആയിരുന്ന വികാരി അച്ഛനും കുര്യാക്കോസ് അച്ഛനും അതോടൊപ്പം തന്നെ നിങ്ങൾക്കെല്ലാവർക്കും ഈ ദേവാലയത്തിലെ ശുശ്രൂഷയായിട്ടുള്ളവരുണ്ട്, പാട്ടുകാരുണ്ട്. എല്ലാവർക്കും ഏറ്റവും സ്നേഹത്തോട് കൈക്കാരന്മാർക്കൊക്കെ ഏറ്റവും സ്നേഹത്തോടുകൂടെ നന്ദി പറയുന്നു. നമുക്ക് സമാപന പ്രാർത്ഥനയ്ക്കായിട്ട് എഴുന്നേറ്റ് നിൽക്കാം. പരിശുദ്ധാത്മാവിൻ്റെ കൃപാവരത്താൽ സുത്തരവും പരിശുദ്ധവും ജീവദായകവും ദൈവികമായ ഈ രഹസ്യങ്ങളെ സമീപിച്ച് ഇവയിൽ പങ്കുകൊള്ളാൻ യോഗ്യരാക്കപ്പെട്ട നമുക്കെല്ലാവർക്കും ഇവയുടെ ദാതാവായ ദൈവത്തിന് സ്തുതിയും കൃതജ്ഞതയും സമർപ്പിക്കാം. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. കർത്താവായ ദൈവമേ, മാമോദീസ വഴി ഞങ്ങളുടെ മനുഷ്യപ്രകൃതിയെ നവീകരിക്കുകയും രക്ഷയുടെ മാർഗം വെളിപ്പെടുത്തുകയും ചെയ്ത അങ്ങേ ഞങ്ങൾ മഹത്വപ്പെടുത്തുന്നു.
ജലത്താലും ആത്മാവിനാലും ഞങ്ങളെ ദൈവമക്കളും മിശിഹായുടെ കൂട്ടവകാശികളുമാക്കി തീർത്ത അങ്ങേ ഞങ്ങൾ സ്തുതിക്കുന്നു. മിശിഹായുടെ തിരുശരീരങ്ങൾ സ്വീകരിക്കുവാനും അവിടുത്തെ മരണത്തിലും ഉത്ഥാനത്തിലും പങ്കുചേർന്ന് പാപമോചകമായ ഈ തിരുശരീരങ്ങളിൽ ഭാഗവാക്കുകളാകുവാനും ഞങ്ങളെ യോഗ്യരാക്കിയതിന് അങ്ങേക്ക് ഞങ്ങൾ നന്ദി പറയുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും ആമേൻ. കർത്താവേ ആശീർവദിക്കണമേ. ഞങ്ങളുടെ രക്ഷകനും കർത്താവുമായ മിശിഹായ മാമോദീസായിലൂടെ നീ ഞങ്ങളുടെ പാപക്കറകൾ കഴുകുകയും പരിശുദ്ധാത്മാവിനാൽ ഞങ്ങളെ വിശുദ്ധീകരിക്കുകയും ചെയ്തു. ദിവ്യരഹസ്യങ്ങൾ പങ്കുകാരായി ഞങ്ങളെ ദൈവിക ജീവനെ വളർത്തി നിത്യജീവിതത്തിലേക്ക് ആനയിക്കുന്ന നിന്റെ അനന്തകാരുണ്യത്തെ ഞങ്ങൾ വാഴ്ത്തുന്നു. സകലത്തിൻ്റെയും നാഥ എന്നേക്കും ആമേൻ. ദിവ്യാത്മാവിൻ ദാനങ്ങൾ സ്നേഹപിതാവാം സകലേശൻ വീരവോടു നമ്മിൽ വർഷിച്ചു. ജീവൻ നൽകും ദൈവികമാ പരിപാവനമീ ബലി വഴിയാ നാഥനു സ്തുതിയും ബഹുമതിയും നമ്മൾ കാഴ്ചയണച്ചല്ലോ. പ്രീതി കലർന്നു യുഗാന്ത്യത്തിൽ സ്വർഗീയോസ്ലേ നഗരത്തിൽ മാലാഖമാരുത്തുവലം ഭാഗം നമ്മൾ കരുളട്ടെ. നമ്മിൽ ലോകം മുഴുവനിലും സഭയിലും അവൾ തൻ തനയരിലും നാഥൻ വരനിര ചൊരിയട്ടെ. ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ. ആമേൻ. വിശുദ്ധീകരണത്തിന്റെ ബലിപീഠമേ സുസ്തി. ഞങ്ങളുടെ കർത്താവിന്റെ കബറിടമേ മേസ്തി എന്നെ ഈ കുർബാന കടങ്ങളുടെ പ്രതിക്കും പാവങ്ങളുടെ മോചനത്തിനും കാരണമാകട്ടെ. ഇതിനെ ബലിയർപ്പിക്കുവാൻ ഞങ്ങൾ വരുമ്പോൾ എന്ന് അറിഞ്ഞുകൂടാ. പ്രിയപ്പെട്ടവരെ, നിങ്ങൾക്കെല്ലാം അറിയാവുന്നതുപോലെ നമ്മുടെ അലക്സ് മേക്കാന്തൂരത്തിൽ അച്ഛൻ ഈ ഒരാഴ്ച കാലം നമ്മുടെ ഇടവകയിൽ സേവനമനുഷ്ഠിച്ചു. നമുക്ക് എല്ലാവർക്കും തന്നെ അച്ഛനോട് നന്ദിയുണ്ട്. കാരണം വളരെ ഭക്തി നിർഭരമായിട്ടുള്ള ചൈതന്യവത്തായിട്ടുള്ള ദൈവസ്നേഹം സ്ഫുരിക്കുന്ന ഒരു കുർബാന നമുക്ക് രണ്ട് ഞായറാഴ്ചകളിലും എല്ലാ ദിവസവും ഉണ്ടായിരുന്നു. അതോടൊപ്പം തന്നെ ഈ ദിവസങ്ങളിലെല്ലാം തന്നെ ഈ പള്ളി ഇടവകയിൽ ഇഷ്ടംപോലെ ധാരാളം കല്യാണവും മാമോദീസയും എല്ലാം ഉണ്ടായിരുന്നു. ബഹുമാനപ്പെട്ട വികാരിച്ചൻ്റെ അസാന്നിധ്യത്തിൽ അച്ഛനത് എല്ലാം ഭംഗിയായി നിർവഹിച്ചു. അച്ഛന് ഇടവകയുടെ പേരുള്ള വികാരിച്ചൻ്റെ പേരിലുള്ള നന്ദിയും സ്നേഹവും കടപ്പാടും അറിയിക്കുന്നു. അച്ഛൻ്റെ ഭാവി ജീവിതത്തിലും ഇതേപോലെ ചൈതന്യവത്തായിട്ടുള്ള ആരൂപിയിലും നിലനിൽക്കാൻ പ്രാർത്ഥിക്കുന്നു. എല്ലാവിധ ഐശ്വര്യവും ദൈവാനുഗ്രഹവും അച്ഛന് ഉണ്ടാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. കർത്താവേ, മാനവരക്ഷകനേ, നരനു വിമോചനമേകിടുവാൻ നരനായി വന്നു പിറന്നവനേ, മിശിഹാ കർത്താവേ, മാലാഖമാരൊത്തു ഞങ്ങൾ പാടിപ്പുകഴ്ത്തുന്നു നിന്നെ, മാലാഖമാരൊത്തു ഞങ്ങൾ പാടിപ്പുകഴ്ത്തുന്നു നിന്നെ. പരിശുദ്ധൻ പരിശുദ്ധൻ കർത്താവേ, നീ പരിശുദ്ധൻ 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 കർത്താവേ,
തൻ മിശിഹാ കർത്താവേ, അഖില ലോകനായക വാഴ്ത്തിടുന്നു ഞങ്ങൾ ഈശോനാഥ, പുകഴ്ത്തിടുന്നു ഞങ്ങൾ. നീയല്ലോ ശരീരങ്ങൾ കുയർപ്പേകുന്നു, നീ തന്നെ ആത്മാവിനു രക്ഷയേകുന്നു. അഖില ലോകനായക പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പോഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പോഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പോഴ്ചയും ഉണ്ടായിരിക്കട്ടെ. നമ്മുടെയും ലോകം മുഴുവൻ്റെയും പാപങ്ങളുടെ പരിഹാരത്തിനായും പ്രത്യേകമായിട്ട് നമ്മുടെ രൂപതയെ സമർപ്പിച്ചും നമ്മൾ ഈ കുറച്ച് സമയം നല്ല തമ്പുരാന്റെ സന്നിധിയിലായിരിക്കുമ്പോൾ മാലാഖമാരോടൊപ്പം ചേർന്ന് അവിടുത്തെ പീഡാസഹന മരണ ഉത്ഥാനത്തിൻ്റെ കരുണയുടെ ദിവ്യരഹസ്യങ്ങളിലൂടെ നമ്മൾ കടന്നു പോവുകയാണ്. നമ്മുടെ ജീവിതത്തെയും നമ്മുടെ ജീവിതത്തിലെ പാപാവസ്ഥകളെയും നമ്മുടെ സഹോദരങ്ങളെയും നമ്മുടേതായിട്ടുള്ള എല്ലാ വേദനകളെയും ദുഃഖങ്ങളെയും എല്ലാം ദൈവത്തിൻ്റെ സന്നിധിയിൽ നമുക്ക് സമർപ്പിക്കാം. അതോടൊപ്പം തന്നെ ലോകമെമ്പാടുമുള്ള പാപത്തിൽ കഴിയുന്ന, എന്നാൽ പാപത്തിൽ നിന്ന് രക്ഷപ്പെടുവാനായിട്ട് സാധിക്കാതെ അതിലടിമപ്പെട്ടു പോയിട്ടുള്ള മനുഷ്യരെയും നിസ്സംഗത മൂലം നന്മകൾ നാളേക്ക് നീട്ടിവെച്ചുകൊണ്ട് പാപത്തിൽ തന്നെ അറിഞ്ഞോ അറിയാതെയോ കഴിയേണ്ടി വരുന്ന മനുഷ്യരെയുമെല്ലാം പൂർണ്ണമായി സമർപ്പിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ പുത്രനും ഞങ്ങളുടെ കർത്താവുമായ യേശുമിശിഹായിൽ ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പന്തിയോൽ പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ടു മരിച്ചു അടയ്ക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്നും മൂന്നാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലത്തുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്നും ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഏർപ്പിലും നിത്യമായ ജീവിതത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. നിത്യപിതാവേ, ഞങ്ങളുടെ പാപങ്ങൾക്കും ലോകം മുഴുവനുള്ള പാപങ്ങൾക്കും പരിഹാരമായി ഞങ്ങളുടെ നാഥനും രക്ഷകനും അങ്ങേ ഏറ്റവും വാത്സല്യമുള്ള പുത്രനുമായ ഈശോമിശിഹായുടെ ശരീരവും രക്തവും ആത്മാവും ദൈവത്വവും അങ്ങേക്ക് ഞങ്ങൾ അർപ്പിക്കുന്നു. ഈശോയുടെ ദാരുണമായ പീഡാസഹനങ്ങളെ കുറിച്ച് പിതാവേ, ഞങ്ങളുടെയും ലോകം മുഴുവന്റെയും മേൽക്കരുണയായിരിക്കണമേ. ഈശോയുടെ ദാരുണമായ പീഡാസഹനങ്ങളെ കുറിച്ച് പിതാവേ, ഞങ്ങളുടെയും ലോകം മുഴുവന്റെയും മേൽക്കരുണയായിരിക്കണമേ. ഈശോയുടെ ദാരുണമായ പീഡാസഹനങ്ങളെ കുറിച്ച് പിതാവേ, ഞങ്ങളുടെയും ലോകം മുഴുവന്റെയും മേൽക്കരുണയായിരിക്കണമേ. ഈശോയുടെ ദാരുണമായ പീഡാസഹനങ്ങളെ കുറിച്ച് പിതാവേ, ഞങ്ങളുടെയും ലോകം മുഴുവന്റെയും മേൽക്കരുണയായിരിക്കണമേ. ഈശോയുടെ ദാരുണമായ പീഡാസഹനങ്ങളെ കുറിച്ച് പിതാവേ, ഞങ്ങളുടെയും ലോകം മുഴുവന്റെയും മേൽക്കരുണയായിരിക്കണമേ. ഈശോയുടെ ദാരുണമായ പീഡാസഹനങ്ങളെ കുറിച്ച് പിതാവേ, ഞങ്ങളുടെയും ലോകം മുഴുവന്റെയും മേൽക്കരുണയായിരിക്കണമേ. ഈശോയുടെ ദാരുണമായ പീഡാസഹനങ്ങളെ കുറിച്ച് പിതാവേ, ഞങ്ങളുടെയും ലോകം മുഴുവന്റെയും മേൽക്കരുണയായിരിക്കണമേ. ഈശോയുടെ ദാരുണമായ പീഡാസഹനങ്ങളെ കുറിച്ച് പിതാവേ, ഞങ്ങളുടെയും ലോകം മുഴുവന്റെയും മേൽക്കരുണയായിരിക്കണമേ. ഈശോയുടെ ദാരുണമായ പീഡാസഹനങ്ങളെ കുറിച്ച് പിതാവേ, ഞങ്ങളുടെയും ലോകം മുഴുവന്റെയും മേൽക്കരുണയായിരിക്കണമേ. ഈശോയുടെ ദാരുണമായ പീഡാസഹനങ്ങളെ കുറിച്ച് പിതാവേ, ഞങ്ങളുടെയും ലോകം മുഴുവന്റെയും മേൽക്കരുണയായിരിക്കണമേ. പരിശുദ്ധനായ ദൈവമേ, പരിശുദ്ധനായ ബലവാനെ, പരിശുദ്ധനായ അമർത്തിനെ, ഞങ്ങളുടെയും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ. പരിശുദ്ധനായ ദൈവമേ, പരിശുദ്ധനായ ബലവാനെ, പരിശുദ്ധനായ അമർത്തിനെ, ഞങ്ങളുടെയും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ. പരിശുദ്ധനായ ദൈവമേ, പരിശുദ്ധനായ ബലവാനെ, പരിശുദ്ധനായ അമർത്തിനെ, ഞങ്ങളുടെയും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ. നിത്യപിതാവേ, ഞങ്ങളുടെ പാപങ്ങൾക്കും ലോകം മുഴുവനുള്ള പാപങ്ങൾക്കും പരിഹാരമായി ഞങ്ങളുടെ നാഥനും രക്ഷകനും അങ്ങേ ഏറ്റവും വാത്സല്യമുള്ള പുത്രനുമായ ഈശോമിശിഹായുടെ ശരീരവും രക്തവും ആത്മാവും ദൈവത്വവും അങ്ങേക്ക് ഞങ്ങൾ അർപ്പിക്കുന്നു. ഈശോയുടെ ദാരുണമായ പീഡാനുഭവത്തെക്കുറിച്ച് പിതാവേ, ഞങ്ങളുടെയും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ.
ഈശോയുടെ ദാരുണമായ പീഡാനുഭവത്തെക്കുറിച്ച് പിതാവേ ഞങ്ങളുടെയും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ. ഈശോയുടെ ദാരുണമായ പീഡാനുഭവത്തെക്കുറിച്ച് പിതാവേ ഞങ്ങളുടെയും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ. ഈശോയുടെ ദാരുണമായ പീഡാനുഭവത്തെക്കുറിച്ച് പിതാവേ ഞങ്ങളുടെയും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ. ഈശോയുടെ ദാരുണമായ പീഡാനുഭവത്തെക്കുറിച്ച് പിതാവേ ഞങ്ങളുടെയും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ. ഈശോയുടെ ദാരുണമായ പീഡാനുഭവത്തെക്കുറിച്ച് പിതാവേ ഞങ്ങളുടെയും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ. ഈശോയുടെ ദാരുണമായ പീഡാനുഭവത്തെക്കുറിച്ച് പിതാവേ ഞങ്ങളുടെയും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ. ഈശോയുടെ ദാരുണമായ പീഡാനുഭവത്തെക്കുറിച്ച് പിതാവേ ഞങ്ങളുടെയും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ. ഈശോയുടെ ദാരുണമായ പീഡാനുഭവത്തെക്കുറിച്ച് പിതാവേ ഞങ്ങളുടെയും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ. ഈശോയുടെ ദാരുണമായ പീഡാനുഭവത്തെക്കുറിച്ച് പിതാവേ ഞങ്ങളുടെയും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ. ഈശോയുടെ ദാരുണമായ പീഡാനുഭവത്തെക്കുറിച്ച് പിതാവേ ഞങ്ങളുടെയും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ. പരിശുദ്ധനായ ദൈവമേ, പരിശുദ്ധനായ ബലവാനേ, പരിശുദ്ധനായ അമർത്തിനെ, ഞങ്ങളുടെയും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ. പരിശുദ്ധനായ ദൈവമേ, പരിശുദ്ധനായ ബലവാനേ, പരിശുദ്ധനായ അമർത്തിനെ, ഞങ്ങളുടെയും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ. പരിശുദ്ധനായ ദൈവമേ, പരിശുദ്ധനായ ബലവാനേ, പരിശുദ്ധനായ അമർത്തിനെ, ഞങ്ങളുടെയും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ. നിത്യപിതാവേ, ഞങ്ങളുടെ പാപങ്ങൾക്കും ലോകം മുഴുവനുള്ള പാപങ്ങൾക്കും പരിഹാരമായി ഞങ്ങളുടെ നാഥനും രക്ഷകനും അങ്ങേ ഏറ്റവും വാത്സല്യമുള്ള പുത്രനുമായ ഈശോമിശിഹായുടെ ശരീരവും രക്തവും ആത്മാവും ദൈവത്വവും അങ്ങേക്ക് ഞങ്ങൾ അർപ്പിക്കുന്നു. ഈശോയുടെ ദാരുണമായ പീഡാസഹനങ്ങളെക്കുറിച്ച് പിതാവേ ഞങ്ങളുടെയും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ. ഈശോയുടെ ദാരുണമായ പീഡാസഹനങ്ങളെക്കുറിച്ച് പിതാവേ ഞങ്ങളുടെയും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ. ഈശോയുടെ ദാരുണമായ പീഡാസഹനങ്ങളെക്കുറിച്ച് പിതാവേ ഞങ്ങളുടെയും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ. ഈശോയുടെ ദാരുണമായ പീഡാസഹനങ്ങളെക്കുറിച്ച് പിതാവേ ഞങ്ങളുടെയും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ. ഈശോയുടെ ദാരുണമായ പീഡാസഹനങ്ങളെക്കുറിച്ച് പിതാവേ ഞങ്ങളുടെയും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ. ഈശോയുടെ ദാരുണമായ പീഡാസഹനങ്ങളെക്കുറിച്ച് പിതാവേ ഞങ്ങളുടെയും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ. ഈശോയുടെ ദാരുണമായ പീഡാസഹനങ്ങളെക്കുറിച്ച് പിതാവേ ഞങ്ങളുടെയും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ. ഈശോയുടെ ദാരുണമായ പീഡാസഹനങ്ങളെക്കുറിച്ച് പിതാവേ ഞങ്ങളുടെയും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ. ഈശോയുടെ ദാരുണമായ പീഡാസഹനങ്ങളെക്കുറിച്ച് പിതാവേ ഞങ്ങളുടെയും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ. ഈശോയുടെ ദാരുണമായ പീഡാസഹനങ്ങളെക്കുറിച്ച് പിതാവേ ഞങ്ങളുടെയും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ. പരിശുദ്ധനായ ദൈവമേ, പരിശുദ്ധനായ ബലവാനേ, പരിശുദ്ധനായ അമർത്തിനെ, ഞങ്ങളുടെയും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ. പരിശുദ്ധനായ ദൈവമേ, പരിശുദ്ധനായ ബലവാനേ, പരിശുദ്ധനായ അമർത്തിനെ, ഞങ്ങളുടെയും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ. പരിശുദ്ധനായ ദൈവമേ, പരിശുദ്ധനായ ബലവാനേ, പരിശുദ്ധനായ അമർത്തിനെ, ഞങ്ങളുടെയും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ. നിത്യപിതാവേ, ഞങ്ങളുടെ പാപങ്ങൾക്കും ലോകം മുഴുവനുള്ള പാപങ്ങൾക്കും പരിഹാരമായി ഞങ്ങളുടെ നാഥനും രക്ഷകനും അങ്ങേ ഏറ്റവും വാത്സല്യമുള്ള പുത്രനുമായ ഈശോമിശിഹായുടെ ശരീരവും രക്തവും ആത്മാവും ദൈവത്വവും അങ്ങേക്ക് ഞങ്ങൾ അർപ്പിക്കുന്നു. ഈശോയുടെ ദാരുണമായ പീഡാസഹനങ്ങളെക്കുറിച്ച് പിതാവേ ഞങ്ങളുടെയും ലോകം മുഴുവന്റെ മേൽ കരുണയായിരിക്കണമേ. ഈശോയുടെ ദാരുണമായ പീഡാസഹനങ്ങളെക്കുറിച്ച് പിതാവേ ഞങ്ങളുടെയും ലോകം മുഴുവന്റെ മേൽ കരുണയായിരിക്കണമേ. ഈശോയുടെ ദാരുണമായ പീഡാസഹനങ്ങളെക്കുറിച്ച് പിതാവേ ഞങ്ങളുടെയും ലോകം മുഴുവന്റെ മേൽ കരുണയായിരിക്കണമേ. ഈശോയുടെ ദാരുണമായ പീഡാസഹനങ്ങളെക്കുറിച്ച് ഞങ്ങളുടെയും ലോകം മുഴുവന്റെ മേൽ കരുണയായിരിക്കണമേ. ഈശോയുടെ ദാരുണമായ പീഡാസഹനങ്ങളെക്കുറിച്ച് പിതാവേ ഞങ്ങളുടെയും ലോകം മുഴുവന്റെ മേൽ കരുണയായിരിക്കണമേ. ഈശോയുടെ ദാരുണമായ പീഡാസഹനങ്ങളെക്കുറിച്ച് പിതാവേ ഞങ്ങളുടെയും ലോകം മുഴുവന്റെ മേൽ കരുണയായിരിക്കണമേ. ഈശോയുടെ ദാരുണമായ പീഡാസഹനങ്ങളെക്കുറിച്ച് പിതാവേ ഞങ്ങളുടെയും ലോകം മുഴുവന്റെ മേൽ കരുണയായിരിക്കണമേ. ഈശോയുടെ ദാരുണമായ പീഡാസഹനങ്ങളെക്കുറിച്ച് പിതാവേ ഞങ്ങളുടെയും ലോകം മുഴുവന്റെ മേൽ കരുണയായിരിക്കണമേ. ഈശോയുടെ ദാരുണമായ പീഡാസഹനങ്ങളെക്കുറിച്ച് പിതാവേ ഞങ്ങളുടെയും ലോകം മുഴുവന്റെ മേൽ കരുണയായിരിക്കണമേ. ഈശോയുടെ ദാരുണമായ പീഡാസഹനങ്ങളെക്കുറിച്ച് പിതാവേ ഞങ്ങളുടെയും ലോകം മുഴുവന്റെ മേൽ കരുണയായിരിക്കണമേ. ഈശോയുടെ ദാരുണമായ പീഡാസഹനങ്ങളെക്കുറിച്ച് പിതാവേ ഞങ്ങളുടെയും ലോകം മുഴുവന്റെ മേൽ കരുണയായിരിക്കണമേ. പരിശുദ്ധനായ ദൈവമേ, പരിശുദ്ധനായ ബലവാനേ, പരിശുദ്ധനായ അമർത്തിനെ, ഞങ്ങളുടെയും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ. പരിശുദ്ധനായ ദൈവമേ, പരിശുദ്ധനായ ബലവാനേ, പരിശുദ്ധനായ അമർത്തിനെ, ഞങ്ങളുടെയും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ. പരിശുദ്ധനായ ദൈവമേ, പരിശുദ്ധനായ ബലവാനേ, പരിശുദ്ധനായ അമർത്തിനെ, ഞങ്ങളുടെയും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ. നിത്യപിതാവേ, ഞങ്ങളുടെയും ലോകം മുഴുവൻ്റെയും പാപങ്ങളുടെ പരിഹാരത്തിനായി അങ്ങയുടെ തിരുശരീരവും തിരുരക്തവും ആത്മാവും ദൈവത്വവും അങ്ങേക്ക് ഞങ്ങൾ കാഴ്ചവെക്കുന്നു. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെക്കുറിച്ച് പിതാവേ, ഞങ്ങളുടെയും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെക്കുറിച്ച് പിതാവേ, ഞങ്ങളുടെയും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെക്കുറിച്ച് പിതാവേ, ഞങ്ങളുടെയും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെക്കുറിച്ച് പിതാവേ, ഞങ്ങളുടെയും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെക്കുറിച്ച് പിതാവേ, ഞങ്ങളുടെയും ലോകം
ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ. ഈശോയുടെ ദാരുണമായ പീഡാസഹനങ്ങളെക്കുറിച്ച് പിതാവേ, ഞങ്ങളുടെയും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ. ഈശോയുടെ ദാരുണമായ പീഡാസഹനങ്ങളെക്കുറിച്ച് പിതാവേ, ഞങ്ങളുടെയും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ. ഈശോയുടെ ദാരുണമായ പീഡാസഹനങ്ങളെക്കുറിച്ച് പിതാവേ, ഞങ്ങളുടെയും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ. ഈശോയുടെ ദാരുണമായ പീഡാസഹനങ്ങളെക്കുറിച്ച് പിതാവേ, ഞങ്ങളുടെയും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ. ഈശോയുടെ ദാരുണമായ പീഡാസഹനങ്ങളെക്കുറിച്ച് പിതാവേ, ഞങ്ങളുടെയും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ. പരിശുദ്ധനായ ദൈവമേ, പരിശുദ്ധനായ ബലവാനേ, പരിശുദ്ധനായ അമർത്യനേ, ഞങ്ങളുടെയും ലോകം മുഴുവന്റെയും മേൽ കരുണയായിരിക്കണമേ. പരിശുദ്ധനായ ദൈവമേ, പരിശുദ്ധനായ ബലവാനേ, പരിശുദ്ധനായ അമർത്യനേ, ഞങ്ങളുടെയും ലോകം മുഴുവന്റെയും മേൽ കരുണയായിരിക്കണമേ. പരിശുദ്ധനായ ദൈവമേ, പരിശുദ്ധനായ ബലവാനേ, പരിശുദ്ധനായ അമർത്യനേ, ഞങ്ങളുടെയും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ. ദിവ്യകാരുണ്യനാഥന്റെ സന്നിധിയിൽ അല്പസമയം നമുക്ക് ശാന്തമായിരിക്കാം. ലോകമെമ്പാടും എല്ലാ 24 മണിക്കൂറും ദിവ്യകാരുണ്യനാഥന്റെ സ്തുതികൾ പ്രഘോഷിക്കപ്പെടുന്നുണ്ട്. ലോകമെമ്പാടും എല്ലാ മണിക്കൂറിലും എല്ലാ മിനിറ്റിലും ഒരു വിശുദ്ധ ബലി അർപ്പിക്കപ്പെടുന്നുണ്ട്. കർത്താവിൻ്റെ ദിവ്യകാരുണ്യം ഭൂമിയിലേക്ക് വീണ്ടും വീണ്ടും പരിശുദ്ധ പരമദിവ്യകാരുണ്യമായിട്ട് കടന്നു വരുമ്പോൾ ആ ദിവ്യകാരുണ്യത്തിലേക്ക് എൻ്റെ ജീവിതത്തെ എത്രത്തോളം ചേർത്ത് നിർത്തുവാനായിട്ട് എനിക്ക് സാധിക്കുന്നുണ്ട്. യേശുനാഥ, എൻ്റേതായിട്ടുള്ള സ്വാർത്ഥതകളിലൂടെ ഞാൻ കടന്നു പോകുമ്പോൾ, എന്നെ തന്നെ ഞാൻ എന്തൊക്കെയോ ആയി കരുതി എൻ്റെ അഹങ്കാരത്തിൽ ഞാൻ ജീവിക്കുമ്പോൾ നിന്നിൽ നിന്ന് പൂർണ്ണമായിട്ട് ഞാൻ അകലുകയാണ്. നിന്നിലേക്ക് കടന്നു വരുവാനായിട്ട് ഞാൻ പരിശ്രമിക്കുന്നുണ്ട്. പക്ഷേ വീണ്ടും വീണ്ടും വീഴ്ചകളിലൂടെ ഞാൻ നടന്നു പോകുമ്പോൾ നിൻ്റെ വചനം ഞങ്ങളെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. കൂടുതൽ മോശമായതൊന്നും ജീവിതത്തിൽ സംഭവിക്കാതിരിക്കാനായിട്ട് മേലിൽ പാപം ചെയ്യരുത്. ദൈവമേ, നിൻ്റെ സന്നിധിയിലേക്ക് ഞങ്ങൾ കടന്നു വരുന്നത് നിൻ്റെ പരിശുദ്ധിയിൽ ഞങ്ങൾ ഓരോരുത്തരും പങ്കുകാരാകുന്നതിന് വേണ്ടിയാണ്. പലപ്പോഴും ജീവിതത്തിൻ്റേതായ വ്യഗ്രതയും മറ്റു രീതിയിലുള്ള ഞങ്ങളുടേതായിട്ടുള്ള നടപ്പുകളും നിന്നിലേക്ക് ഒന്ന് നോക്കുവാൻ പോലും ഞങ്ങളെ ധൈര്യപ്പെടുത്താത്തത് കൊണ്ടാണ് ദേവാലയത്തിൻ്റെ അരികിലേക്ക് വരുവാനായിട്ട് പല കാരണങ്ങൾ കൊണ്ട് ഞങ്ങൾ മടി കാണിക്കുക. ദൈവമേ, നിന്നിലേക്ക് നിൻ്റെ പ്രസാദപരം മൂലം വീണ്ടും വീണ്ടും അടുക്കുന്നതിനായിട്ട് ഞങ്ങളെ സഹായിക്കണമേ. ഞങ്ങളായിരിക്കുന്ന ഈ ഇടവകയോർത്ത് ഞങ്ങൾ നന്ദി പറയുന്നു. എത്രയോ വർഷമായിട്ട് ഈ വെലുവേദിയിൽ നിന്നുകൊണ്ട് നിൻ്റെ വചനം പ്രഘോഷിക്കപ്പെടുന്നുണ്ട്. എത്രയോ വർഷമായിട്ട് നിൻ്റെ തിരുശരീര രക്തങ്ങൾ ഞങ്ങൾക്കായിട്ട് പങ്കുവെച്ചു തരുന്നുണ്ട്. എത്രയോ കാലമായിട്ട് ഈ ദേവാലയത്തിലായിരുന്നു കൊണ്ട് നിന്നോടൊപ്പം യാത്ര ചെയ്യുവാനായിട്ട് പരിശ്രമിച്ചിട്ടുണ്ട്. എന്നിരുന്നാലും പലപ്പോഴും ഞങ്ങൾ വീണു പോവുകയാണ്. വീണ്ടെടുപ്പിൻ്റെ കൂദാശയാണ് വിശുദ്ധ കുർബാനയെന്ന് ഞങ്ങൾ തിരിച്ചറിയുന്നു. അവിടെ ഒരു അപ്പമായിട്ട് നീ ചെറുതാവുകയാണ്. ഞങ്ങളെല്ലാം പാടി പ്രാർത്ഥിക്കാറുള്ളത് പോലെ ഇത്രത്തോളം ചെറുതാകുവാനായിട്ട് ഇനി എത്രത്തോളം ഞങ്ങൾ വളരേണ്ടതുണ്ട്. ചെറുതാവുക എന്ന ദിവ്യകാരുണ്യനാഥൻ നമ്മെ ഓർമ്മിപ്പിക്കുമ്പോൾ അവൻ ചെറുതായി ഒരു അപ്പമായിട്ട് എല്ലാവരിലേക്കും കടന്നു ചെല്ലുകയാണ്. എളിമപ്പെടുക എന്നുള്ളത് എല്ലാവരിലേക്കുമുള്ള യാത്രയാണെന്നാണ് ദിവ്യകാരുണ്യം നമ്മെ ഓർമ്മിപ്പിക്കുക. വിശുദ്ധ കുരിശിനോളം ചെറുതായവൻ, അപ്പത്തോളം ചെറുതായവൻ, തൻ്റെ സൃഷ്ടിയായ മനുഷ്യനോളം ചെറുതായവനാണ് നമ്മുടെ ദൈവം. എല്ലാവരിലേക്കുമുള്ള യാത്രയാണ് ദിവ്യകാരുണ്യമെന്ന് പറയുന്നത്. ഈ ഭൂമിക്ക് മുകളിൽ വിശുദ്ധിയായിട്ട് ഒരു ദീപമായിട്ട് തെളിഞ്ഞു നിൽക്കുക എന്ന് പറയുന്നത് ആ ദൈവികതയുടെ നന്മയിലേക്ക് നമ്മെ തന്നെയും നമ്മളായിരിക്കുന്ന സമൂഹത്തെയും കുടുംബത്തെയും വെല്ലുവിളികളിലൂടെ കടന്നു പോകുന്ന നമ്മുടെ രൂപതയെയും നമ്മുടെ സീറോ മലബാർ സഭയെയും ലോകമെമ്പാടുമുള്ള എല്ലാ ദൈവജനത്തെയും നമ്മെ നയിക്കുന്ന ഫ്രാൻസിസ് പാപ്പായെയും എല്ലാം ചേർത്ത് വയ്ക്കുവാനുള്ള കൃപ, അതാണ് നമ്മൾ ഈ ദിവ്യകാരുണ്യത്തിൽ നിന്ന് ഇന്നേ ദിവസം യാചിക്കേണ്ടത്. ദൈവത്തിൻ്റെ സന്നിധിയിൽ ശിരസ് നമിച്ചുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ വന്നു പോയിട്ടുള്ള എല്ലാ പാപകടങ്ങൾക്കും മാപ്പ് ചോദിക്കാം. ഓരോ പ്രാവശ്യവും അച്ഛൻ
ദൈവത്തിൻ്റെ സന്നിധിയിൽ പ്രാർത്ഥിക്കുമ്പോൾ കർത്താവേ ഞങ്ങളുടെ പാപങ്ങൾ ക്ഷമിക്കണമേ എന്ന് മറുപടിയായിട്ട് ഗായക സംഘത്തോടൊപ്പം നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവമേ, ജീവിതത്തിൽ നീ തന്നിട്ടുള്ള നന്മകൾ മറന്ന് നിന്നിൽ നിന്ന് അകന്ന് ജീവിച്ചതിനെ ഓർത്ത് ഞങ്ങൾ നിന്നോട് മാപ്പ് ചോദിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ പാപങ്ങൾ ക്ഷമിക്കണമേ. ദൈവമേ, ഞങ്ങളുടെ മാതാപിതാക്കളിലൂടെ നീ നൽകിയിട്ടുള്ള നന്മകൾ മറന്ന് ജീവിച്ചതിനെ ഓർത്ത് ഞങ്ങൾ നിന്നോട് മാപ്പ് ചോദിക്കുന്നു. ഞങ്ങളുടെ പാപങ്ങൾ ക്ഷമിക്കണമേ. ദൈവമേ, ഞങ്ങളായിരിക്കുന്ന ഈ ജീവിതത്തിൽ ഓരോ ദിവസവും ദൈവവചനമായിട്ട് നീ കടന്നു വരുന്നുണ്ട്. പലപ്പോഴും അത് ശ്രദ്ധിക്കാതെയും ആ വചനത്തിൽ ശ്രദ്ധയുന്നാതെയും നിന്നിൽ നിന്ന് അകന്നു പോയതിനെ ഓർത്ത് ഞങ്ങൾ നിന്നോട് മാപ്പ് ചോദിക്കുന്നു. ഞങ്ങളുടെ പാപങ്ങൾ ക്ഷമിക്കണമേ. ദൈവമേ, ഞങ്ങളായിരിക്കുന്ന ജീവിതത്തിൽ ഞങ്ങളുടെ മുൻപിലേക്ക് അനേകം വിശുദ്ധരെയും നന്മ നിറഞ്ഞ മനുഷ്യരെയും നീ ഞങ്ങൾക്ക് നൽകിയിട്ടുണ്ട്. അവരുടെ ജീവിതത്തിലെ നന്മകളെ മാതൃകയായി ജീവിക്കാതെ ഞങ്ങൾ കടന്നുപോയ നിമിഷങ്ങളെ ഓർത്ത് നിന്നോട് ഞങ്ങൾ മാപ്പ് ചോദിക്കുന്നു. ഞങ്ങളുടെ പാപങ്ങൾ ക്ഷമിക്കണമേ. ദൈവമേ, നിന്റെ സന്നിധിയിൽ നന്മ ചെയ്യുവാനായിട്ട് ഞങ്ങളുടെ ഉള്ളിൽ തന്നെ വരപ്രസാദത്തിലൂടെ നീ അനുഗ്രഹങ്ങൾ നൽകിയപ്പോഴെല്ലാം അതിൽ നിന്ന് അകന്ന് ജീവിച്ചതിനെ ഓർത്ത് അങ്ങയോട് ഞങ്ങൾ മാപ്പ് ചോദിക്കുന്നു. ഞങ്ങളുടെ പാപങ്ങൾ ക്ഷമിക്കണമേ. മദ്യവും മറ്റ് ലഹരി വസ്തുക്കൾക്കെല്ലാം അടിമപ്പെട്ട് കുടുംബ സമാധാനത്തിന് നിരക്കാത്തതായിട്ട് ജീവിച്ചു പോയിട്ടുള്ള നിമിഷങ്ങളെ ഓർത്ത് ദൈവമേ, നിന്നോട് ഞങ്ങൾ മാപ്പ് ചോദിക്കുന്നു. ഞങ്ങളുടെ പാപങ്ങൾ ക്ഷമിക്കണമേ. കുടുംബ ജീവിതത്തിൻ്റെയും സമർപ്പിത ജീവിതത്തിൻ്റെയും എല്ലാം വഴികളിലൂടെ ഞങ്ങൾ കടന്നു പോകുമ്പോൾ എവിടെയെങ്കിലും ഞങ്ങളുടേതായിട്ടുള്ള ജീവിതത്തിൻ്റെ വഴിയിൽ മനസ്സുകൊണ്ടോ ചിന്ത കൊണ്ടോ ഭാവന കൊണ്ടോ എല്ലാം ഞങ്ങൾ നിരക്കാത്തതായിട്ട് ജീവിച്ചിട്ടുണ്ടെങ്കിൽ ദൈവമേ, നിന്നോട് ഞങ്ങൾ മാപ്പ് ചോദിക്കുന്നു. ഞങ്ങളുടെ പാപങ്ങൾ ക്ഷമിക്കണമേ. ദൈവമേ, ഓരോ ദിവസവും നിന്റെ സന്നിധിയിൽ വന്നണയുവാനായിട്ട് നീ ഞങ്ങളെ അനുഗ്രഹിക്കുന്നിട്ടും അത് ഉപയോഗിക്കാതെ നിന്നിൽ നിന്ന് അകന്ന് ജീവിച്ച നിമിഷങ്ങളെ ഓർത്ത് ദൈവമേ, നിന്നോട് ഞങ്ങൾ മാപ്പ് ചോദിക്കുന്നു. ഞങ്ങളുടെ പാപങ്ങൾ ക്ഷമിക്കണമേ. സഹോദരങ്ങളിലേക്ക് എളിമയോടുകൂടെ ക്ഷമയോടുകൂടെ ഇറങ്ങിച്ചെല്ലുവാനായിട്ട് ഞങ്ങൾക്ക് നീ അവസരം നൽകിയിട്ടും അത് ചെയ്യാതെ അതിൽ നിന്ന് അകന്ന് ജീവിച്ചതിനെ ഓർത്ത് ദൈവമേ, നിന്നോട് ഞങ്ങൾ മാപ്പ് ചോദിക്കുന്നു. ഞങ്ങളുടെ പാപങ്ങൾ ക്ഷമിക്കണമേ. പ്രത്യേകമായിട്ട് ഞങ്ങളുടെ നാവുകൊണ്ട് മറ്റുള്ളവരെ വിധിക്കുകയും അവരെ കളിയാക്കുകയും അവരുടെ ജീവിതത്തെ അവഹേളിക്കുകയും എല്ലാം ഞങ്ങൾ ചെയ്തു പോയിട്ടുണ്ടെങ്കിൽ ഞങ്ങളോട് ക്ഷമിക്കണമേ എന്ന് അങ്ങയോട് ഞങ്ങൾ യാചിക്കുന്നു. ദൈവത്തിൻ്റെ സന്നിധിയിൽ വന്നുപോയിട്ടുള്ള പാപഘടങ്ങളെല്ലാം പൂർണ്ണമായി സമർപ്പിക്കാം. ദിവ്യകാരുണ്യനാഥൻ നമ്മുടെ മനസ്സിനെയും ശരീരത്തെയും ആത്മാവിനെയും നമ്മുടെ ജീവിതത്തിൻ്റേതായിട്ടുള്ള പ്രവൃത്തികളെല്ലാം അനുഗ്രഹിക്കുവാനായിട്ട് നമ്മോടൊപ്പമുണ്ട്. ഏറ്റവും സ്നേഹത്തോടുകൂടെ ശിരസ് നമിച്ച് അവിടുത്തെ ആരാധിച്ച് അവിടുത്തെ ആശീർവാദത്തിനായിട്ട് നമ്മെ തന്നെ ഒരുക്കാം. സ്വർഗത്തിൽ നിന്നാഗതമാ ജീവൻ നൽകുമൊരപ്പം നീ, മർത്യനു മുക്തി പകർന്നരുളും നിത്യമഹോന്നതമപ്പം നീ. മാനവരെ മോദമോടെ നാഥനെ വാഴ്ത്തി പാടിടുവിൻ, ദൈവത്തിൻ പരിപാവനമാം സന്നിധി ചേർന്നു വണങ്ങിടുവിൻ, സന്നിധി ചേർന്നു വണങ്ങിടുവിൻ. സ്വർഗത്തിൽ നിന്നാഗതമാ ജീവൻ നൽകുമൊരപ്പം നീ, മർത്യനു മുക്തി പകർന്നരുളും നിത്യമഹോന്നതമപ്പം നീ, നിത്യമഹോന്നതമപ്പം നീ. പരിശുദ്ധ ശരീരത്താലും വിലയേറിയ രക്തത്താലും പാപത്തിൻ കരകളിൽ നിന്നും മർത്യനു
മർത്യനു നീ മോചനമേകി. സകലേശാ ദിവ്യകടാക്ഷം തൂഗണമേ വത്സലസുതരേ. നിർമ്മലരായി ജീവിച്ചിടുവാൻ ചിന്തണമേ ദിവ്യവരങ്ങൾ. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേക്കാരാധന. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേക്കാരാധന. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേക്കാരാധന. എന്നുമെന്നും അങ്ങേക്കാരാധന. ദൈവത്തെ വാഴ്ത്തിടുവിൻ, ദൈവനാമം വാഴ്ത്തിടുവിൻ. ദൈവവും മനുജനുമായി മിശിഹാനാഥനെ വാഴ്ത്തിടുവിൻ. പീഠത്തിൽ വാണരുളും മിശിഹായെ വാഴ്ത്തിടുവിൻ. രക്ഷകനാം മിശിഹാതൻ ദിവ്യനിണം വാഴ്ത്തിടുവിൻ. ദൈവത്തെ വാഴ്ത്തിടുവിൻ, ദൈവനാമം വാഴ്ത്തിടുവിൻ. ദൈവവും മനുജനുമായി മിശിഹാനാഥനെ വാഴ്ത്തിടുവിൻ. മിശിഹാനാഥനെ വാഴ്ത്തിടുവിൻ. ഈശോ മിശിഹായ്ക്കും സ്തുതിയായിരിക്കട്ടെ. നല്ലൊരു ദിവസം. നന്ദിയോടെ ഞാൻ സ്തുതി പാടിടും എൻ്റെ യേശുനാഥ. എനിക്കായി നീ ചെയ്തൊരു നന്മയ്ക്കും ഇന്നു നന്ദി ചൊല്ലുന്നു ഞാൻ. നന്ദിയോടെ ഞാൻ സ്തുതി പാടിടും എൻ്റെ